സലഫി പള്ളികളിലെ മിമ്പറുകളും മിഹ്റാബുകളും ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും സംസാരിക്കും. മായാവി കഥകൾ പറഞ്ഞിട്ടല്ല, ഡിങ്കൻ കഥകൾ പറഞ്ഞിട്ടല്ല. നമ്മളെപ്പോലെ ആകാശത്തിന് തീരെ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ തിന്നും കുടിച്ചും ഭോഗിച്ചും ഉറങ്ങിയും വിശ്രമിച്ചും രോഗിയായും സുഖപ്പെട്ടും ജീവിച്ചൊരു ദിവസം മരിച്ചു പോകുന്ന സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യരുടെ ഇല്ലാത്ത പോലീസുകൾ പറഞ്ഞ് ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടുമല്ല. ദീനുൽ ഇസ്ലാമിനെ പറ്റി മതപരമായ അറിവില്ലായ്മയെ, അതേപോലെ തന്നെ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്ത് മിമ്പറുകളും മിഹ്റാബുകളും ദുരുപയോഗം ചെയ്ത് പത്തായങ്ങളും നിറച്ച് സുഖിയന്മാരായി കഴിയുന്ന ജൂത പരിശകരുടെ അപ്പക്കഷണം വാങ്ങിയവരെ പോലെയല്ല സലഫി പള്ളിയുടെ മിമ്പറും മിഹ്റാബും ഉണ്ടാവുക. അവർ നാട്ടിലുള്ള മനുഷ്യരോട് സംസാരിക്കും. സലഫി മിമ്പറുകൾ ആ നാട്ടിലുള്ള ബനു ആദമിനോട് സംസാരിക്കും. മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ. വ്യത്യാസം മനസ്സിലാക്കിക്കോളെ. അൽ ഇൻസാൻ എന്ന റബ്ബുൽ ഇസ്സത്ത് പേര് വച്ച ഇരുകാലിയായ തലച്ചോറുള്ള വേർതിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരാളുടെയും അടിമയല്ലാത്ത ആദം സന്തതിയോട് ഈ മിമ്പർ സംസാരിക്കും. അഥവാ കഴുതകളെ പോലെ നാട്ടുകാരെ ഈ മിമ്പർ കാണൂല എന്നർത്ഥം. ഖുർആൻ പറഞ്ഞ ഭാഷ ഞാൻ പറഞ്ഞത്. മസലുല്ലദീന ഹുമ്മിലുത് തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا. الله ورد سورة الجمعة. തൗറാത്ത് നൽകപ്പെട്ട ബനു ഇസ്രായേൽ, പക്ഷെ തൗറാത്ത് വായിച്ച് കേൾപ്പിച്ച് നേർമാർഗം കാണിച്ചു കൊടുക്കാനുള്ള പണ്ഡിതന്മാര് ലാഭക്കൊതിയന്മാരായി മാറി, ദുനിയാവിന്റെ പ്രേമികളായി മാറി. വിവരമില്ലാത്ത ഇസ്രായേലിനെ തനിക്കിഷ്ടമുള്ള പലതും പറഞ്ഞു പറ്റിച്ച് കാശുണ്ടാക്കാൻ തുടങ്ങി. അവർ ഇസ്രായേലിനെ വെറും കഴുതകളെ പോലെ കണ്ടു. സലഫി മിമ്പറുകൾ മനുഷ്യനെ കഴുതനെ പോലെ കാണൂല. അതുകൊണ്ട് എന്തെങ്കിലും കഥ പറയൂല, ആളുകളുടെ പോലീസുകൾ പറയൂല, കെട്ടുകഥകൾ പ്രചരിപ്പിക്കൂല, മരിച്ച മയ്യത്തിന്റെ അടുത്തേക്ക് ആളുകളെ വിളിക്കൂല. ഏതോ അന്തുമങ്കാക്കാന്റെ പീടിന്ന് 10 രൂപയ്ക്ക് വാങ്ങുന്ന കറുത്ത ചരടില് നിന്റെ ജീവിതത്തിന്റെ സംരക്ഷണമുണ്ടെന്ന ബുദ്ധിശൂന്യമായ വാക്കുകള് ഈ മിമ്പർ പറയൂല. മറിച്ച് ഈ മിമ്പർ ഈ നാട്ടിലുള്ള മനുഷ്യരോട് പറയും, മനുഷ്യ ആരാണ് നീ? അതാ ഈ മിമ്പറിന്റെ ആദ്യത്തെ ചോദ്യം. ആരാണ് നീ? നീ എപ്പോഴാ ഈ ഭൂമിയിലേക്ക് വന്നത്? നീ എന്തിനാ വന്നത്? വെറുതെ ഇങ്ങനെ ജീവിച്ച് തീർക്കാനാ? ഒരു ശുദ്ധ ശൂന്യത കഴിഞ്ഞു പോയിട്ടില്ലേ മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിന്? ഒരു വസ്തുവാണെന്ന് പോലും പറയപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ, ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി പറയപ്പെടാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ മനുഷ്യ നിനക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? സൃഷ്ടിച്ച റബ്ബ് ചോദിച്ചു, എവിടെയായിരുന്നു നീ? ഇന്നെന്തൊരു അഹങ്കാരിയാണ്, ഇന്നെന്താ നിന്റെ വർത്താനം, ഇന്നെന്താ നിന്റെ കളികള്, ഇന്ന് എന്താ നിന്റെ വിചാരം, നീ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത്? നീ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഭൂമിയുടെ മുകളിൽ ഇല്ലാത്ത കുറെ കാലം ഉണ്ടായിട്ടില്ലേ? അതെ, ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? എവിടെയും ഇല്ലാത്തൊരവസ്ഥയിൽ. പിന്നെങ്ങനെ വന്നു? ബിഗ് ബാങ് തിയറി പറഞ്ഞ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ ഉണ്ടാവുകയും പിന്നീട് കൊരങ്ങന്മാരും കൊരങ്ങച്ചിമാരും ഉണ്ടാവുകയും അതിന്റെ വാലും തേറ്റപ്പല്ലും പോയി പിന്നീട് ഈ മനോഹരമായ മനുഷ്യരായി മാറുകയും ചെയ്തു എന്ന ബുദ്ധിക്ക് നിരക്കാത്ത വർത്തമാനത്തെ ശാസ്ത്രത്തിന്റെ വക്താക്കൾ തന്നെ ഇന്ന് ഭൂമിക്കടിയിലേക്ക് ചവിട്ടി താഴ്ത്തിയ സ്ഥിതിക്ക് ഉൽപ്പത്തിയെ പറ്റി മനുഷ്യൻ അറിഞ്ഞേ പറ്റൂ. വിവരമില്ലാത്തവനെ പോലെ അവൻ കറങ്ങരുത്. ദിശാബോധം നൽകപ്പെടാത്തവനെ പോലെ, അന്തം കെട്ടവനെ പോലെ ഭൂമിയിൽ കറങ്ങരുത്. അത് നാൽക്കാലികളുടെ ജോലിയാണ്. അന്തമില്ലാണ്ട് കറങ്ങൽ പോത്തിന്റെ ജോലിയാണ്. അന്തമില്ലാണ്ട് കറങ്ങൽ എരുമന്റെ ജോലിയാണ്. അൽ ഇൻസാൻ
മനുഷ്യൻ അങ്ങനെ കറങ്ങണ്ടോനല്ല. അത് ഈ മിമ്പർ ബോധ്യപ്പെടുത്തും. നീ ഇല്ലായിരുന്നു, പക്ഷെ നീ എവിടുന്ന് വന്നു? അതെ, നിന്നെ സൃഷ്ടിച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം വരുന്നതിന് 1400 ചില്ലാനം കൊല്ലത്തിനു മുമ്പ്, ശാസ്ത്രത്തിന്റെ കേൾക്കാത്ത കാലത്ത്, അങ്ങനെ എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ താമസിച്ച കാലത്ത് അന്നെന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. ഏ മനുഷ്യ, ശുദ്ധമായ ശൂന്യതയിലായിരുന്ന നീ പിന്നെ ഇത്ര മനോഹരമായ കോലത്തില് എങ്ങനെയാ ഉണ്ടായതെന്നറിയുമോ? ഇന്നാ ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇത് അല്ലാഹു അല്ലാതെ വേറെ ആരായും ദുനിയാവ് പറഞ്ഞിട്ടുള്ളത്? പറ, ആരാ പറഞ്ഞിട്ടുള്ളത്? ആർക്കും പറയാൻ കഴിയില്ല. എന്തുകൊണ്ടറിയോ? ആ പറയുന്നവരൊക്കെ ഇതേപോലെ ഒരു ദിവസം ഈ സൃഷ്ടിക്കപ്പെട്ട ആകാശത്തിന്റെ കീഴെ ഒരു ഉമ്മയോ അമ്മയോ പ്രസവിച്ചിട്ട് വന്നവരാണ്. ആർക്കും പറയാൻ കഴിയില്ല. ഇന്നുവരെ ഈ മഹാപ്രപഞ്ചത്തിൽ ആരും അത് പറഞ്ഞിട്ടില്ല. അതെ, ഏഴാകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ള സർവശരാശരങ്ങളെയും മണ്ണിന്റെ ഉള്ളകത്തുള്ള ജീവജാലങ്ങളെയും വസ്തുക്കളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഏകനായ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വയം പ്രഖ്യാപിച്ചതാണ്, നിന്നെ ഉണ്ടാക്കിയോ ഞാനാണ്. മനുഷ്യ, നിന്റെ ഉണ്ടാക്കിയത് ഞാനാണ്. നീ എന്നോടായി കളിക്കുന്നത് എങ്ങനെയെന്നറിയോ? നിന്റെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സബബിലൂടെ, ഒരു വഴിയിലൂടെ. അതില്ലാണ്ടും എനിക്ക് പറ്റും ആദമനെ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കാൻ. ഉപ്പ ഇല്ലാണ്ടും എനിക്ക് പറ്റും ഈസ നബിനെ ഉമ്മ പ്രസവിച്ച പോലെ പ്രസവിപ്പിക്കാൻ. പക്ഷെ ഒരു തർത്തീബുണ്ട് എല്ലാ കാര്യത്തിനും. അത് ആൺ പെൺ ബന്ധമാണ്. അതിന് ഞാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ആണിന്റെ ബീജവും പെണ്ണിന്റെ അണ്ഡവും തമ്മിൽ ചേർത്തി ഒരു സുരക്ഷിതമായ കോട്ടയിൽ ഫീ ഖറാരിൻ മക്കീൻ, സുരക്ഷിതമായ പെണ്ണിന്റെ ഗർഭാശയമെന്ന കോട്ടയിൽ 40 ദിവസത്തോളം ബീജമായി നിന്നെ സംരക്ഷിച്ചവനാണ് ഞാൻ. അല്ലെങ്കിൽ പറ, വേറെ ആരാന്ന് പറ. വേറെ ആരാന്നെങ്കിലും പറഞ്ഞാൽ അവനാരാ നോക്കിയെന്ന് പറയേണ്ടി വരും. ഈ ആകാശത്തിന്റെ കീഴെ, ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ അടുത്ത 40 ദിവസം ആ ബീജത്തുള്ളിയെ നാമാണ് പിന്നീട് ഒരു രക്തക്കട്ടയാക്കി മാറ്റിയത്. അടുത്ത 40 ദിവസം കഴിഞ്ഞപ്പോ ആ രക്തക്കട്ടയെ നാം ഒരു മാംസപിണ്ഡമാക്കി മാറ്റി. 4 മാസമായി. ഒരു സമയമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മലക്കിനെ അങ്ങോട്ട് നിയോഗിക്കലായി. എന്നിട്ട് ഉമ്മാന്റെ ഗർഭാശയത്തില് 4-ാമത്തെ മാസത്തില് ആ മലക്കതിന് റൂഹൂദലായി, ജീവൻ വരവായി. ഇതെപ്പാ പറയുന്നറിയോ? ഇതെന്താന്നറിയാത്തൊരു കാലത്ത് ഇന്ന് പെട്ടെന്ന് മനസ്സിലാവും. ബുദ്ധി ഉപയോഗിക്കുന്ന മനുഷ്യന് നാൽക്കാലികളെ പോലെ അതിനെ മരവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിരിയില്ല. അല്ലാഹു പറയാണ്, മനുഷ്യ, ഞാൻ അങ്ങനെ അത്ഭുതങ്ങൾക്ക് പിറകിലാണ് നിന്നെ ഈ മനോഹര കോലത്തിൽ ഉണ്ടാക്കിയത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മനുഷ്യ, നീ നിന്റെ മുഖം നോക്കിയോക്കിയേ, നിന്റെ റബ്ബി എത്ര നല്ല സൃഷ്ടാവാ നോക്കിയേ. എന്തു മനോഹരമായിട്ട് നിന്നെ പടച്ചിരിക്കുന്നത്. നിന്റെ കാലുകൾ, നിന്റെ കൈകൾ, കണ്ണുകൾ, കാതുകൾ, നിന്റെ തലയോട്ടി, മുടികൾ, രോമങ്ങൾ, പുരികങ്ങൾ, നിന്റെ മുഴുവൻ എത്ര മനോഹരമാണ്. നിന്നെ സൃഷ്ടിച്ച നാഥൻ എത്ര പരിശുദ്ധനാണ്. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. അതെ, മനുഷ്യനുണ്ടായത് ഉടമസ്ഥനായ റബ്ബ്, ലോകത്തിന്റെ ഏകനായ നാഥൻ അവനെ സൃഷ്ടിച്ചപ്പോഴാണ്. അതിന് വേറെ ആർക്കും പങ്കില്ല. എന്തുകൊണ്ടില്ല? ആരുടെയും അഭിപ്രായം ചോദിച്ചിട്ടല്ല. ഏത് കുടുംബത്തിലാ നിനക്ക് ജനിക്കേണ്ടത് ചോദിച്ചിട്ട് വന്നല്ല. ഏത് തറവാട്ടിലാ നിനക്ക് മെമ്പർഷിപ്പ് വേണ്ടത് ചോദിച്ചിട്ട് വന്നല്ല. എന്ത് നിറം വേണം, കറുപ്പാ വെളുപ്പാ, ഇതും ചോദിച്ചിട്ടില്ല. ഉപ്പയും ഉമ്മയും അച്ഛനും ഉമ്മയും ആരാവണം അതും ചോദിച്ചിട്ടില്ല. സൃഷ്ടിച്ച ഉടമസ്ഥനായ റബ്ബ് അവന്റെ ഇഷ്ടപ്രകാരം മാത്രം മനുഷ്യനെന്ന ഈ ജീവികളെ ഭൂമിയിൽ പടച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു,
ആ മനുഷ്യ ജീവികളുടെ ആവശ്യം പൂർത്തിയാക്കാൻ ബാക്കിയുള്ളതിനെയെല്ലാം ഞാൻ പഠിച്ചു. അങ്ങനെ മനുഷ്യനെന്ന ഉത്കൃഷ്ട ജീവിയുടെ ആവശ്യം പൂർത്തിയാവാൻ ഭൂമിയിലുള്ളതെല്ലാം നാം പഠിച്ചു. ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആവശ്യം പൂർത്തിയാവാൻ, വിശപ്പ് മാറാൻ, ദാഹം മാറാൻ, ശ്വസിക്കാൻ, ഉടുക്കാൻ, വീട് കെട്ടാൻ, ബിൽഡിംഗ് ഉണ്ടാക്കാൻ, കച്ചവടം ചെയ്യാൻ, കൃഷി ചെയ്യാൻ, അതിനുവേണ്ടി ഭൂമിയിലുള്ള എല്ലാം നാം ഉണ്ടാക്കി തന്നു. അതിൽ വേറെ ആർക്കും പാർട്ണർഷിപ്പ് ഇല്ല. കാരണം തുടക്കത്തിലുള്ള ഞാനാണ്. അഫറഅയ്തും മാ തുംനൂൻ. നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? സൂറത്തുൽ വാഖിഅ. അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങളാണോ അതിനെ സൃഷ്ടിച്ചത്, അതല്ല നാമാണോ സൃഷ്ടിച്ചത്? അഫറഅയ്തും മാ തഹ്റുസൂൻ. നിങ്ങൾ ചെയ്യുന്ന കൃഷിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങളാണോ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത്, അതല്ല നാമാണോ ഉൽപ്പാദിപ്പിക്കുന്നത്? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. നാമാണോ അതിനെ മേഘത്തിൽ നിറക്കിയത്, അതല്ലാതെ നിങ്ങളെ ജോലിയാണോ? സിട്ടാവിന്റെ ചോദ്യം. ഇതൊക്കെ ആരാ ചെയ്തത്? ഏത് മതക്കാരനും ലാസ്റ്റ് പറയും ഉപ്പറവാല. എല്ലാ മതക്കാരും, കമ്മ്യൂണിസ്റ്റുകാരനും പറയും. ഇനി പക്ക ഡോക്ടർ ആരിഫിനെ പോലത്തെ പൊട്ടന്മാരില്ലേ, ബുദ്ധിജീവി എന്ന് വിളിക്കാൻ പറ്റൂല, ബുദ്ധിയുള്ള മനുഷ്യർ എന്ന് പറയുന്ന ബുദ്ധി ഇല്ലാത്തൊരു ടീംസ്, അവരും പറയും ലാസ്റ്റ് ഉറങ്ങാൻ കിടക്കുമ്പോ കട്ടുമ്പോ കിടന്നിട്ട് ഉപ്പറവാലിനോട് നിന്റെ സംവിധാനം ഭയങ്കര സംഭവം എന്നെപ്പ. നിഷേധികൾ പറയും അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്, അല്ലാതെ നിഷേധിക്കാൻ പറ്റില്ല. അതെ, എല്ലാത്തിനെയും അള്ളാഹു നമുക്ക് വേണ്ടി തന്നു. അതിലും അള്ളാഹ്ക്കാരും പാർട്ണർഷിപ്പ് ഇല്ല. ആ ജോലിയിലും ആകാശത്ത് നിർമ്മിച്ചതിനില്ല, ഭൂമിയെ വിരിച്ചതിനില്ല, തെങ്ങുമ്പോ തേങ്ങ തന്നതിനില്ല, ആ പപ്പായ തന്നതിനില്ല, റബ്ബർ തന്നതിനില്ല, കാപ്പി തന്നതിനില്ല, ഒന്നും തന്നതിനില്ല. എല്ലാം ഖലഖലക്കും, അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നത് നിങ്ങൾ ആവശ്യം പൂർത്തിയാക്കി തരാൻ. അപ്പൊ പിന്നെ ആവശ്യം പൂർത്തിയാക്കിയാൽ ആവശ്യം പൂർത്തിയാക്കാൻ തന്നെയല്ലേ മറ്റു നാൽക്കാലികളുള്ളത്. പക്ഷെ അള്ളാഹു പറഞ്ഞു, മനുഷ്യ ആവശ്യം പൂർത്തിയാക്കൽ മാത്രമല്ല, അവർക്കില്ലാത്ത ചിലത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വ്യത്യസ്തരാണ്. പോത്തിനും വേണം ചോറ്, പോത്തിനും വേണം വെള്ളം. അതിന്റെ ഐറ്റംസ് വ്യത്യാസമുള്ളതല്ലേ ഉള്ളൂ. പോത്ത് പുല്ലുന്നു, നമ്മൾ ആ പുല്ലുന്നുണ്ടാകുന്ന ചോറ് തിന്നു. അതിനും വെള്ളം വേണം, അതിനും ഉറക്ക് വേണം, അതും രോഗിയാവും, അതിനും സുഖം വരും. അതും കല്യാണം കഴിക്കുന്നില്ലെങ്കിലും അതിനും ഉണ്ട് ബാക്കിയെല്ലാം. അപ്പൊ പിന്നെ മനുഷ്യരും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? അള്ളാഹു പറഞ്ഞു, എന്താണെന്നറിയണോ? ഇതിന്റെ ഉള്ളിലുള്ള ഈ സാധനം, അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള ഈ സാധനം, വാരിയല്ലിന്റെ ഉള്ളകത്ത് മൂടപ്പെട്ടിരിക്കുന്ന ഒരു പിടിയോളം വലുപ്പമുള്ള നിങ്ങളുടെ ഹൃദയം, ഈ മനോഹരമായ കണ്ണുകൾ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കാത്, ഇതാണ് നിങ്ങളെയും പോത്തിനെയും വേർതിരിക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മനുഷ്യ സൃഷ്ടി ബനു ആദം അവന്റെ തലച്ചോറ് ഉപയോഗിച്ച് അവന്റെ സംവിധായകനെ കണ്ടെത്തും. ബനു ആദം മനുഷ്യൻ കണ്ണുപയോഗിച്ച് കാണേണ്ടത് കാണും, കേൾവി ഉപയോഗിച്ച് കേൾക്കേണ്ടത് കേൾക്കും. മറ്റേ ഐറ്റംസോ പോത്ത്, ഒട്ടകം, എരുമ, പശു, ഇതെല്ലാം ഉപയോഗിക്കുമെങ്കിലും അതിനെന്ത് കാണണം, എന്ത് ചിന്തിക്കണം, എന്തറിയണം, അങ്ങനത്തെ ഒരു കൽപ്പന അതിനില്ല. പക്ഷെ മനുഷ്യനുണ്ട്. അതാണ് ഈ മിമ്പർ മനുഷ്യരോട് പറയുക, ദാ ആരുടെയും അടിമകളല്ല നിങ്ങൾ. നിങ്ങളെ കഴുത്തിൽ ആരെങ്കിലും കഴിഞ്ഞാലിട്ട് അങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വലിക്കുമ്പോ ഇങ്ങോട്ട് പോവുക. അങ്ങനെ അടിമത്തം ആർക്കും അടിയറവ് വെക്കേണ്ടവരല്ല നിങ്ങൾ. മനുഷ്യരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ, കണ്ണു തുറന്ന് കാണേണ്ടത് കാണാൻ, ചെവി തുറന്ന് കേൾക്കേണ്ടത് കേൾക്കാൻ, എന്നിട്ട് അല്ലാഹു തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് അവനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്തെന്ന് ബോധ്യമാവാൻ നിനക്ക് സാധിക്കണം. അല്ലെങ്കിൽ നീയും ആ പോത്തു ഒരേപോലെയാണ്. ഉലൈക കൽ അൻആം. അതിനുള്ള കാരണം പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഹൃദയമുണ്ട്, ചിന്തിക്കുന്നില്ല. ആരോ എന്തോ പറഞ്ഞു, അതിന് വേഗം പോയി. ആരോ എന്തോ കാണിച്ചു, അത് വിശ്വസിച്ചു.
ആരോ എന്തോ മന്ത്രിച്ചു, അതിന്റെ വേക്ക് പോയി. അവരങ്ങനെ ആകൂല, അങ്ങനെ തന്നെയാ പോത്തും. മുതലാളി പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു, ഇങ്ങനെ വരും. അതുപോലെ നമ്മളും പോയാലോ? മുതലാളി അങ്ങോട്ട് ഓടിച്ചു, പോത്ത് അങ്ങോട്ട് ഓടും, അങ്ങനെ തന്നെ നമ്മൾ ഓടിയാലോ? മനുഷ്യർ അങ്ങനെയല്ല. ഇസ്ലാം പറയുന്നു മനുഷ്യനോട് നിങ്ങൾ അങ്ങനെ ഓടേണ്ടവരല്ല, നിങ്ങൾ അവിടെ നിൽക്കണം. റബ്ബ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കണം, ചിന്തിക്കണം. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയമുണ്ട് ചിന്തിക്കൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, ചെവിയുണ്ട് കേൾക്കൂല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട് കാണൂല. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. അല്ല, ബൽഹും അദൽ, അതിനേക്കാളും അധപ്പതിച്ചവരാണ്. ആ അധപ്പതനത്തിന്റെ കറുപ്പുകളാണ് ഇന്ന് ദുനിയാവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് അവൻ ആരാന്ന് മനസ്സിലായില്ല. മനുഷ്യനവൻ എന്തിനാ വന്നത് തിരിഞ്ഞില്ല. നാൽക്കാലികളെ പോലെ കണ്ടതെല്ലാം തിന്നുക, പിടിച്ചു പറിച്ചു തിന്നുക, ചതിച്ചും വഞ്ചിച്ചും തിന്നുക, ആളുകളെ നെഞ്ചത്ത് കഠാരകൾ കുത്തിയിറക്കി തിന്നുക, സുഖിക്കുക, സുഖലോലുപതയുടെ പട്ടുപ്പാവുകൾ തേടി പരക്കം പായുക. പ്രസവിച്ച പിഞ്ചു പൈതലിനെ 2 ദിവസത്തിന് ശേഷം കൊന്ന് കുളിച്ചു മൂടിയിട്ടാണ് ആ പിശാചായ മാതാവിന്റെ സുഖത്തിന് വഴികിട്ടുന്നതെങ്കിൽ അതിനു വരെ തയ്യാറാവുന്ന അവസ്ഥയിൽ പോത്തിനേക്കാളും മതപ്പതിച്ചു പോയത് മനുഷ്യൻ ആരെന്ന തിരിച്ചറിവ് വരാത്തത് കൊണ്ടാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ച വാർത്ത, ഉമ്മ കുഞ്ഞിനെ കൊന്നത്, ദേശം അനുജനെ കൊന്നത്, മകൻ ഉമ്മാനെ കള്ളു കുടിക്കാൻ പൈസ കൊടുക്കാത്തതിന് മുട്ടികൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയത്, 40 വർഷമായി അയൽവാസികളായി കഴിയുന്നവർ ഒരു ചെറിയ ഇഷ്ടിക അവന്റെ വളപ്പിലേക്ക് മാറിപ്പോയതിന്റെ പേരിൽ കമ്പിപ്പാറ കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്താൻ മാത്രം പിശാചുക്കളായി മനുഷ്യൻ മാറിയത് മിമ്പർ അവനോട് പറയുന്ന സത്യം കേൾക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മിമ്പർ ജൂതൻ കടമെടുത്ത സത്യത്തെ ഒളിപ്പിച്ചത് കൊണ്ടാണ്. ആദ്യം മനുഷ്യന് വേണ്ടത് നാട് നന്നാവാൻ, ഓൻ ആര് എന്നുള്ള ബോധം വരുത്താൻ. അതാണ് ആദ്യം ഇസ്ലാം പറഞ്ഞത്. നീ ആരാണ്? നീ ഒന്നുമല്ല, പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരു ബീജത്തിൽ നിന്നുണ്ടാക്കിയ ഒരു സൃഷ്ടി. എന്താ എന്റെ ജോലി? നാൽക്കാലിൽ പോലെ ഇങ്ങനെ പോക്ക അല്ല, ലക്ഷ്യമുണ്ട്, ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്താൻ നിനക്ക് ബുദ്ധിയുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്. നീ കാണു, നീ കേൾക്ക്, നീ ചിന്തിക്ക്. നീ ആർക്കാ ഇത് വിൽക്കുന്നു? നീ ആർക്കാ ഇത് അടിയറയുന്നു? എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആർക്കാ ഇത് അടിയറവ് പറഞ്ഞത്? ആർക്കാ നിങ്ങൾ നിങ്ങളെ ബുദ്ധി വിറ്റത്? ഏത് മെഹ്റാബിന്റെ മുകളിൽ നിൽക്കുന്നവർക്കാ നിങ്ങൾ വിറ്റത്? എന്ത് ആത്മീയത പ്രസംഗിക്കുന്നവർക്കാ നിങ്ങൾ നിങ്ങളുടെ ഈ പരിശുദ്ധ ജീവിതത്തെ അടിയറവ് വെച്ചത്? പുരോഹിതവർഗം, ജൂത പരിശകരുടെ നാണയത്തുട്ടികൾ സ്വപ്നം കാണുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ആദർശത്തെ തകർത്ത് കളയുന്ന ഒരു ലക്കും നഗാനുമില്ലാത്ത മായാവി കഥകൾ പറഞ്ഞ് മുഹമ്മദ് മുസ്തഫാന്റെ ഉമ്മത്തിന്റെ ആദർശത്തെ കൊള്ളയടിക്കുന്ന ഈ പുരോഹിത വർഗത്തിന്റെ കാൽച്ചുവട്ടിന് നിങ്ങൾ എന്ത് കണ്ടിട്ടാ അടിമത്തം അടിയറവ് വെച്ചത്? പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്ത് പറ്റിപ്പോയി നിനക്ക്? മുസ്ലിം ചെറുപ്പമേ, നിങ്ങൾക്ക് എന്ത് പറ്റി? അള്ളാഹ് സൃഷ്ടിച്ചു വിട്ടൊരു മഖ്ലൂഖിനെ സംബന്ധിച്ച് മരിച്ചു കിടക്കുന്ന ജബ്ബാറിനെ തിരിച്ച് ജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ ഇന്ന ശൈഖിന് കഴിവുണ്ടെന്ന് പറയുമ്പോൾ മണ്ണ് നീ പിശാചിന്റെ വക്താവെന്ന് പറയേണ്ടത് നീ എന്റെ കഠിനം പിടിച്ച് അവൻ അടിമയായി മാറിയിരിക്കുന്നു. മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞ മനുഷ്യൻ ഒരു സംഗതി കേൾക്കുമെന്ന് പുരോഹിതൻ കള്ളോൾ എഴുന്നേറ്റ് നിന്ന് ധൈര്യം കാണിക്കുന്ന നീ ആർക്കാ അടിമപ്പെട്ടു പോയത്? എവിടെയാ നിന്റെ എന്നോടും പറയാം, എന്നോട് എന്തും പറയാം, എനിക്ക് എന്ത് കഥയും പറഞ്ഞുതരാം, ഞാൻ വിശ്വസിച്ചോളാം. അങ്ങനെ ആയിപ്പോയോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇതൊന്നും ഞാൻ ചോദിച്ച ചോദ്യമല്ല കേട്ടോ. അഫലാ യതദബ്ബുനൽ ഖുർആൻ അഫലാ യതദബ്ബുനൽ ഖുർആൻ അലാ ഖുലൂബിൽ അഖ്ഫാലുഹാ റബ്ബ് അഫലാ യതദബ്ബറൂന, പഠിക്കുന്നില്ലേ അൽ ഖുർആന, അവന്റെ വഴികാട്ടിയായ ഖുർആനിനെ, അം അലാ ഖുലൂബിൽ അഖ്ഫാലുഹാ, അല്ല അവരുടെ ഹൃദയങ്ങൾക്ക് ആരെങ്കിലും പൂട്ടിട്ടിട്ടുണ്ടോ? ഉണ്ട്. പുരോഹിതന്മാർ നാട്ടിലെ 90% ചെറുപ്പക്കാരെയും കൽബിന് പൂട്ടിട്ടിരിക്കുന്നു. എന്നിട്ട് ജാറത്ത് കൊണ്ടുപോയിട്ട് തള്ളി.
എന്താണെന്നറിയില്ല, തൗഹീദ് എന്താണെന്നറിയില്ല, സുന്നത്ത് എന്താണെന്നറിയില്ല. അത് കേൾക്കാനും കാണാനും പഠിക്കാനും താല്പര്യമില്ല. കാരണം ഹൃദയം പൂട്ടിയിരിക്കുന്നു. പുരോഹിതന്മാർ, മൗലവിമാർ, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മൗലവിമാർ പൂട്ടിയിരിക്കുന്നു. മാറണം, മാറി ചിന്തിക്കണം. അതെ, മനുഷ്യന് ലക്ഷ്യമുണ്ട്. മനുഷ്യന് ഒറ്റൊരു ലക്ഷ്യം, ദുനിയാവ് ഉണ്ടാക്കലല്ല, സമ്പാദിക്കലല്ല. അത് ചെയ്യാം, നെട്ടോട്ടം ഓടാം, പടപ്പാട് പെടാം, ജീവിതത്തിന്റെ വടികൾ തടാം, അതൊക്കെ ആവശ്യം പൂർത്തിയാവാൻ ഒരിക്കലോടെ തീരും. ലക്ഷ്യം ആഖിറത്തിൽ അള്ളാന്റെ കോടതിയിൽ ജയിക്കലാണ്. അതിന് വേണ്ടത് ഒരേ ഒരു കാര്യം, അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. തൗഹീദ് എന്ന് പറഞ്ഞാൽ അടിമ അവർ സൃഷ്ടിച്ച റബ്ബിന് ഒരു കരാർ കൊടുക്കുക. നിങ്ങൾ അറിയേണ്ട ഇസ്ലാം അതാണ്. മുസ്ലിമാണോ? അല്ല, മുസ്ലിമിന്റെ അടയാളമാണ് 5 നേരത്തെ നിസ്കാരം. ഒരാൾക്ക് അബാലയത്തിന് പോയിട്ട് ഹജ്ജും ചെയ്തു വന്നു, അയാൾ മുസ്ലിമാണോ? അല്ല. മുസ്ലിമായ ഒരാൾ മുസ്ലിം ആയതിനു ശേഷം ചെയ്യേണ്ട പരിപാടിയാണ് 2% ഇന്ന് നാം ലോകത്തിന്റെ 4 ഭാഗത്തും കാണുന്ന മുഴുവൻ കെട്ടിടങ്ങളും ജൂത പേപ്പട്ടികള് ഫലസ്തീനിന്റെ ചെറു പൈതങ്ങളുടെ മക്ബറയിൽ പോലും മിസൈൽ പതിപ്പിച്ച് മയ്യത്തുകളെ തകർത്തുമ്പോൾ അതിന്റെ പിറകിൽ ഉള്ള സംഗതി എന്താണെന്നറിയോ? കൊണ്ടാണ്, കരാറ് ലംഘിച്ചത് കൊണ്ടാണ്, ഉടമ്പടിയിൽ കലർപ്പ് കാണിച്ചത് കൊണ്ടാണ്, വേറൊന്നും ചെയ്തോണ്ടല്ല. ഈ ദുനിയാവിൽ ഔലിയാക്കളല്ല, അവരുടെ ജാറങ്ങളും തൂലുകളും കെട്ടുകളും തങ്ങന്മാര്, പാവന്മാര്, ബീവിമാര്, കിന്നുമ്മമാര്, ജിന്നുപാപ്പമാര്, ഇവർ നിലനിൽക്കുന്നിടത്തോളം കാലം ആകാശത്തിന്റെ വാറക്കപ്പെടുകയും ഏറ്റവും വെറുപ്പുള്ള പാപം ഇതാണ്. കള്ളുകൂടി വിചാരമല്ല, അത് പാപമാണ്. പക്ഷേ അള്ളാഹ് സഹിക്കാൻ കഴിയാത്തത് ഈ 600 സ്വന്തങ്ങളുമാണ്. അത് മാറാതെ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. നിങ്ങൾ അതാണ് വിളിച്ചു കൊടുത്ത് സഹായം കിട്ടാൻ. അല്പം അപാകത പറ്റിയത് അപ്പോഴാണ് നടപടി വന്നത്. ഖന്തഖിനും മദന്യാവിന് തെളിയിച്ചത്, ജീവിതകാലം മുഴുവനും അവർ തെളിയിച്ചത് മനുഷ്യരാകുന്ന ഈ ഇൽകാരിയെ അവനെ സൃഷ്ടിച്ച റബ്ബ് ഏതൊരു ലക്ഷ്യത്തിന്റെ പേരിലാണോ പടച്ചുവിട്ടത്, ആ ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കാൻ തയ്യാറാണ് എന്നുള്ള ഉറപ്പ് കൊടുത്തു റബ്ബുൽ ഇസ്സത്ത്. അതേതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങോട്ടൊന്നും പരിപാടിയില്ല. അതാ കരാറിനർത്ഥം. ആ കരാർ കൊടുത്ത പേര് മുസ്ലിം അല്ല. പേര് അബ്ദുള്ള, അബ്ദുൽ ജബ്ബാർ, മുഹീദ്ദീൻ, അബ്ദുൽ ഖാദർ, അബൂബക്കർ, മുസ്ലിം. എപ്പോൾ ഉപ്പയും ഇസ്ലാമിന്റെ പേരിട്ടാൽ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ മുസ്ലിം ആവാൻ കരാർ കൊടുക്കൽ നിർബന്ധമാണ്. അള്ളാഹു പൊളിക്കാതിരിക്കാൻ, സംരക്ഷിക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ടാണ് ഈ കരാർ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ആദ്യത്തെ ദൗത്യം കരാർ പറയാ മനുഷ്യരോട്. ഇതാ, നീ നിന്നെ സൃഷ്ടിച്ചവനോട് ഉടമ്പടിയിട്ടുണ്ട്, ലംഘിക്കരുത്. ഒരുപക്ഷെ നിന്റെ കച്ചവട നാട്ടിൽ പറയും, കിട്ടൂല. ഒരുപക്ഷെ ചെറുപ്പക്കാരും താമസിക്കും. ചിലപ്പോൾ വീട്ടുകാരെതിരാവും. മഹല്ല് ജമാഅത്ത് കമ്മിറ്റി പറയും മയ്യത്ത് ഖബറടക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ അവന്റെ ജീവിതം തന്നെ നഷ്ടത്തിലായാലും ശരി, പിറകോട്ടും പരിപാടിയില്ല. ആ കൊടുത്ത കറങ്ങുന്നു. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 ഫർദോട് കൂടെ. എങ്ങനെയാ കരാർ പ്രഖ്യാപിക്കേണ്ടത്? 2 ഫർദോട്. ഇതാണ് പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, മിമ്പറുകൾ ജൂതന്മാര് കടമെടുത്തു എന്ന് നാം പറയാനുള്ള കാരണം അവർ ഷഹാദിന്റെ 2 ഫർദുകളെ പൂറ്റിച്ചു. ഉമ്മത്തിനെ പഠിപ്പില്ല. എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? ഇസ്ലാമിനെ തകർക്കാൻ സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ട ജൂത തിരിച്ചറിഞ്ഞു, ഇനി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക ഇസ്ലാം എന്ന കോട്ടയിൽ നിന്ന് മുസ്ലിങ്ങളെ വലിച്ചു പത്തിക്കടലായിരിക്കും മറ്റുള്ള പരിപാടി. അവസാനം ഉമ്മത്ത് ആരായി മാറും? മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന വെറും ചണ്ടികളെ പോലെ മാറും. അതിനുള്ള ഒന്നാമത്തെ ആ കരാറങ്ങ് കഴിയണം. അങ്ങനെ ഘട്ടവും കാരണം എന്താ പഠിപ്പിക്കാതിരിക്കുക? ഷഹാദത്തിന്റെ മസലകൾ പഠിപ്പിക്കാതിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികൾ, ഭാരവാഹികളോട്, ഖാദിമാരോട്, മുഖ്യമാരോട് 3, 4, 5 വയസ്സ് മുതൽ മദ്രസയിൽ വന്ന് മതവിദ്യാഭ്യാസത്തിന് ഇരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് ഫിഖ്ഹി മസലകൾ
അക്കമിട്ട് എണ്ണിച്ചു പറയിപ്പിച്ചില്ലേ നമ്മള്? നിസ്കാരത്തിന്റെ, നോമ്പിന്റെ, സക്കാത്തിന്റെ, ഹജ്ജിന്റെ ഷർത്തുകൾ എത്ര, ഫർളുകൾ എത്ര, ബാത്തിലാവുന്ന കാര്യം എത്ര, ആദാബുകൾ എന്തൊക്കെ, സുന്നത്തുകൾ എത്ര, എത്ര വിഭാഗം. ഇതൊക്കെ ഉറക്കുന്നു വിളിച്ചാൽ പോലും ഇപ്പോഴും മക്കൾ പറഞ്ഞു തരും. പക്ഷേ ആദ്യമായി പറയേണ്ടിയിരുന്ന ഷഹാദത്തിന്റെ ഷർത്തുകൾ എത്ര, ഷഹാദത്തിന്റെ ഫർളുകൾ എത്ര, ഷഹാദത്ത് ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ എത്ര, ഇത് മനഃപൂർവ്വം പുരോഹിതവർഗം മൂടി വെച്ചതാണ്. ഉമ്മത്തിനെ ചതിക്കാൻ, ജൂതന് കൈകൊട്ടിപ്പാട്ട് പാടാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചതാണ്. കാരണം ഷഹാദത്തിന്റെ ഫർള് അറിഞ്ഞാൽ വല്ലാഹി സുമ്മ വല്ലാഹി ഈ നാട്ടിൽ ഒരൊറ്റ ദർഗമാക്കി ഉണ്ടാവില്ല, ഒരൊറ്റ ജാറ ഉണ്ടാവില്ല, ഒരു ഉറൂസ് ഈ നാട്ടിൽ നടക്കൂല. സലഫികൾക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഒരൊറ്റ ബിദ്അത്ത്, ഖുറാഫാത്ത്, നേർച്ച, സലാത്ത്, മദീന നിലാവ്, പിന്നെ മക്ക നിലാവ്, പിന്നെ ഏതാ, പിന്നെ നൂറെ ഹബീബ്, പിന്നെ അറിവിൻ നിലാവ്, പിന്നെ ആ നിലാവ്, പിന്നെ ഈ ചന്ദ്രൻ, പിന്നെ ആ സൂര്യൻ, ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ എപ്പോൾ ഷഹാദത്തിന്റെ ഷർത്തും ഫർളും മുസ്ലിം ഉമ്മത്ത് അറിയിച്ചില്ല, അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടായി. സലഫികൾ, സലഫി മിമ്പറുകൾ അത് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും പേടിച്ചു, ഈ ഉമ്മത്ത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജൂതന്റെ പരിപാടി നടക്കൂല, ഉമ്മത്തിന് കണക്ഷൻ കിട്ടും ആകാശവുമായിട്ട്. അതാണ് സലഫികളോടുള്ള ദേഷ്യത്തിന്റെ കാരണം, സലഫി പള്ളികളോടുള്ള വെറുപ്പിന്റെ കാരണം അതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയും, ആരെങ്കിലും കുടുംബത്തിൽ കയറി കളിക്കുന്നുണ്ട്, നമ്മൾ ആരെങ്കിലും അടിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, പുരോഹിതന്മാരെ പറയും, അത് അർഹരായതുകൊണ്ട്. പുരോഹിതന്മാരെ പറയുന്നത് അർഹരായതുകൊണ്ട്. ഖമറുൽ ഉലമ, ശംസുൽ ഉലമ, കൗകബുൽ ഉലമ. എന്റെ ഉപ്പ എപ്പം പറയുന്നുണ്ട്, ഖമറുവായി, ശംസുവായി, ഇനിയിപ്പോ ഏതാ ബാക്കിയുള്ളത്? കൗകബ്. ഇതൊന്നും ഇസ്ലാമിന് വലിയ കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സമുദായമേ, അങ്ങനത്തെ ഏതെങ്കിലും പേരുള്ള ഒരാളെ നമ്പർ എന്റെ ഫോണിൽ സേവ് ചെയ്തിട്ട്, അതുകൊണ്ട് ഞാൻ നാളെ ആഖിറത്തിൽ രക്ഷപ്പെട്ടു പോകും. ആ ദിവാസ്വപ്നം വെറും ദിവാസ്വപ്നമായി നിലനിൽക്കും. അത് വെറുതെ കാണുന്ന സ്വപ്നമാണ്. അങ്ങനത്തെ ഒരു വ്യക്തിപൂജയും ഇസ്ലാമിലില്ല. വലിയ തലയിക്കെട്ടുണ്ട്, 8 മോതിരമുണ്ട്, 10 ശാലുണ്ട്, വെള്ളത്തുണിയും വെള്ളക്കുപ്പായും വെള്ളക്കന്തൂറയുണ്ട്. അതുകൊണ്ട് വല്ലാഹി സത്യം, നാളെ ആഖിറത്തിൽ ഒരു ഉപകാരവുമില്ല, അയാൾക്കുമില്ല, നമുക്കുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ ഫാത്തിമത ബിൻതി മുഹമ്മദ്, മുഹമ്മദിന്റെ മോള് ഫാത്തിമ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. നിന്റെ ഉപ്പ റസൂലാണ്, അള്ളാന്റെ ഹബീബാണ്, മിഅ്റാജിൽ പോയ ആളാണ്. അതുകൊണ്ടൊന്നും നിനക്ക് നാളെ ആഖിറത്തിൽ ഉപകാരം കിട്ടുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അൻഖിദി നഫ്സകി മിനന്നാർ, നീ നിന്നെ നരകത്തിൽ നിന്ന് കാത്തോളി. അപ്പോഴാ നമ്മള്, ഞാൻ ശംസുലുലമന്റെ മെയിൻ ആളാ, അപ്പൊ മറ്റേ ആള് ഞാൻ ഖമറിന്റെ മെയിൻ ആളാ, അപ്പൊ ഇയാള് ഞാൻ മറ്റേ ഷെയ്ഖിന്റെ അടുത്ത മുരീദ, മറ്റവൻ ഞാൻ ഈ അറിവിൻ നിലാവിന്റെ മെയിൻ ആളാ, ഏത് ടി വിക്ക് താഴെ പാത്രം വെക്കുന്ന മന്ദബുദ്ധി, അതാണ് ഞാൻ. അങ്ങനെ 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 ഒരു കാര്യമില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപകാരപ്പെടുമില്ലെങ്കിൽ നമുക്ക് ആര് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നത്? ആര്? നമ്മളിപ്പോ കാണുന്ന ഈ തങ്ങന്മാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ബാലപാഠം അറിയാത്ത തങ്ങന്മാരാ നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടില്ല? വല്ലാഹി ഇല്ല. അത് വെറും ഒരു ധാരണയാണ്. അത് വെറുതെ ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുടില തന്ത്രമാണ്. വ്യക്തിപൂജയുണ്ടാക്കി അവരെ കൊണ്ട് നാളങ്ങ് സ്വർഗത്തിൽ പോയി കളയാമെന്നുള്ള വിചാരമുണ്ടാക്കി സാധാരണക്കാരനെ കൊള്ളയടിക്കാനുള്ള ജൂതം പഠിപ്പിച്ച തന്ത്രമാണ്. അതിന്റെ അപ്പുറത്ത് ഒരു സത്യവും ഇല്ല. എന്തുകൊണ്ടില്ല? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഓതി കൊടുത്തു ഖുർആനിൽ, ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين. നൂഹ് നബിയുടെ ഭാര്യ, ലൂത്ത് നബിയുടെ ഭാര്യ. ശംസുൽ ഉലമാന്റെ മുരീദല്ല, ഖമറിന്റെ ബെൻസിന്റെ ഡ്രൈവറല്ല, പിന്നെയോ ആ തങ്ങളെ പുറത്തിരിക്കുന്നവനല്ല. നൂഹ് നബിയുടെ ഭാര്യ 950 കൊല്ലം അള്ളാന്റെ തൗഹീദ് പ്രബോധനം ചെയ്ത റസൂലിന്റെ ഭാര്യ, ലൂത്ത് നബിന്റെയും ഭാര്യ. അള്ളാഹു അവരെ ഉപമിച്ചത് ആരോട് അറിയോ? കാഫിറുകളോട്, സത്യനിഷേധികളോട്. അല്ലാഹു പറഞ്ഞുതരാൻ, കാനതാ അവർ രണ്ടുപേരുമായിരുന്നു, തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ, എന്റെ രണ്ട് നല്ല സാലിഹുകളായ അടിമകളുടെ കീഴിൽ
അവരുടെ ഭാര്യമാരായി ജീവിച്ചവരായിരുന്നു. എന്താ നല്ല കണക്ഷൻ അല്ലേ? നാളെ ആഖിറത്തിൽ ഇവിടെ CM-ന്റെ ഒരാള്, CM ഭക്തൻ, ഏത് CM മടവൂർ ഭക്തൻ, അതായത് മുദബ്ബിർ, ലോകത്തെ നിയന്ത്രിക്കുന്നതും എന്നെ തന്നെ നിയന്ത്രിക്കുന്നതും ഈ മരിച്ച ചങ്ങാതിയാണെന്ന് പറയുന്ന ഒരു ഭക്തൻ. അതിന്റെ അപ്പുറത്ത് നൂഹ് നബിന്റെ ഭാര്യ, അതിന്റെ അപ്പുറത്ത് ലൂത്ത് നബിന്റെ ഭാര്യ. ഈ മൂന്നാളിൽ ആരായിരിക്കും സ്വർഗത്ത് പോവുക? അതിന്റെ അപ്പുറത്ത് ഒരു സലഫി, ഒരു മുജാഹിദുകാരൻ, ഈ മിമ്പറിന്റെ ഈ മെഹ്റാബിന്റെ വക്താക്കൾ, അൽ ഹിദായന്റെ. ആരാ സ്വർഗത്ത് പോവാ? അള്ളാഹു പറഞ്ഞു ഈ മൂന്നെണ്ണമില്ലേ നരകത്തിലേക്ക് ഞാൻ എടുത്തിട്ട് എറിയും. ആരെ? CM ഭക്തനെയും നൂഹ് നബിന്റെ ഭാര്യനെയും ലൂത്ത് നബിന്റെ ഭാര്യനെയും. അപ്പൊ ആൾക്കാർ ചോദിക്കും, നബിന്റെ ഭാര്യ നരകത്തിലോ? അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ഫഖാനതാഹുമാ, ആ രണ്ടുപേരും പ്രവാചകന്മാരുടെ ഭർത്താക്കന്മാരുടെ ഉപദേശം സ്വീകരിച്ചില്ല, ചതിവ് കാണിച്ചു. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ. അവർ രണ്ട് റസൂലുകളുടെ നബിമാരുടെ ഭാര്യമാരാണ് എന്നത് അവർക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു ഉപകാരവും ചെയ്തില്ല എന്ന് മാത്രമല്ല, വഖീല, ഈ രണ്ട് പെണ്ണുങ്ങളോടും പറയപ്പെടുകയും ചെയ്യും, ഉദ്ഖുലന്നാറ മഅദ്ദാഖിലീൻ, നരകവാസികൾ നരകത്തിൽ പോകുമ്പോ അവരോടൊപ്പം നരകത്തിലേക്ക് വിട്ടോളാൻ. നബിന്റെ ഭാര്യമാരോട് എന്ന് പറഞ്ഞാൽ കണക്ഷൻ നോക്കിയിട്ട് നിൽക്കണ്ട, എടുത്തിട്ട് എറിയും. അള്ളാഹു കാക്കട്ടെ. ഞാൻ വേറൊരു തങ്ങളെ കഥ പറയാം. ഏത് തങ്ങള്? ലക്ഷദ്വീപിൽ നിന്ന് വന്ന തങ്ങളല്ല. പിന്നെ നമ്മൾ ഇന്ന് കണ്ട് പരിചയമുള്ള ആ തങ്ങളുണ്ടല്ലോ, 8 മോതിരം, മറ്റേ പച്ചശാള്, കന്തൂറ, അതല്ല. പരിവാരങ്ങള് അതല്ല. ഖുർആൻ പറഞ്ഞൊരു തങ്ങള്, പക്ക നസബ് പരമ്പരയുള്ള തങ്ങള്. ആരെന്നറിയോ? അബൂലഹബ് തങ്ങള്. അത് അയാള് തങ്ങളല്ലേ? അയാള് തങ്ങളല്ലേ? മൂത്താപ്പ, ചോര, അബ്ദുൽ മുത്തലിബിന്റെ മോൻ, റസൂലുള്ളാഹി തങ്ങളെ ഉപ്പാന്റെ ജ്യേഷ്ഠൻ. ഒരു തങ്ങൾച്ചിയുണ്ട്, ഉമ്മു ജമീല, ഓന്റെ ഓള്. അത് തങ്ങൾച്ചി. സയ്യിദും സയ്യിദത്തും. ഇപ്പോഴത്തെ ഈ പറയുന്നതൊക്കെ നമുക്ക് സംശയമാണ്. അങ്ങനെ തൗഹീദ് ഇല്ലാത്തൊരുത്തം വന്നിട്ട് ഞാൻ സയ്യിദാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, നമുക്കെന്താ? അങ്ങനെ ആരെല്ലാം എന്തെങ്കിലും പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തെ, അങ്ങനത്തെ ഒരു വിഷയം ഇല്ലാന്ന് ഇസ്ലാമില്. ഒരു വലിയ കഥയല്ല, ഒരു കാര്യമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അബൂലഹബ് തങ്ങള് നാളെ പോയിട്ട് പറയാം അള്ളാഹിനോട്, അള്ളാഹുവേ, എന്റെ അനുജന്റെ മകനാണ് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ അത് വെച്ചിട്ടൊന്ന് ഒരു അള്ളാഹു പറഞ്ഞെന്താ അറിയോ? സയസ്ലാ നാറൻ ദാത ലഹബ്. അബൂലഹബ് തങ്ങളെ, ആ തങ്ങളെ ഞാൻ നരകത്തിൽ ഇട്ടിട്ട് കത്തിച്ചു കളയും. വംറഅതുഹു, അവന്റെ ഓള് തങ്ങൾച്ചി ഉമ്മു ജമീല, ഓളയും ഞാൻ നരകത്തിലിട്ട് കത്തിച്ചു കളയും. കാരണം അവൻ എന്റെ തൗഹീദിനെതിരെ ആദ്യം ശബ്ദിച്ചവരാണ്. എങ്കിൽ ഇന്ന് ദുനിയാവിൽ തൗഹീദിനെതിരെ ശബ്ദിക്കുന്ന തങ്ങളെന്ന പേരുള്ളവരുണ്ടെങ്കിൽ കേട്ടോടിൻ, കാത്തിരിക്കുന്നത് കെട്ടുകെടുത്ത ശിക്ഷയാണ്. കാരണം അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കലാണ് ഒരടിമയുടെ ലക്ഷ്യം. കെയർ ഓഫ് ഇല്ല. അതേസമയം وضرب الله مثلا للذين آمنوا امرأة فرعون. സത്യവിശ്വാസികൾക്ക് ഒരു ഉപമ അല്ലാഹു ഇതാ ഉപമിക്കുകയാണ്. അതാരെന്നറിയോ? ഞാനാണ് റബ്ബെന്ന് വാദിച്ച ഫിർഔന്റെ ഭാര്യ ആസിയ. എങ്ങനെ? ഒരിക്കലും യോജിക്കൂല. ഫിർഔന്റെ ഭർത്താവ് ഫിർഔൻ, ആസിയന്റെ ഭർത്താവ് ഫിർഔൻ പറയാണ് ഞാനാ റബ്ബ്. ആസിയ പറഞ്ഞു നീയല്ല, നിന്നെ സൃഷ്ടിച്ചോനാ എന്റെ റബ്ബ്. മറ്റൊരു പ്രവാചകന്മാരെ ഭാര്യമാര് കെയർ ഓഫ് നോക്കിയിട്ട് എഴുന്നൂറ് ചോദിച്ചോട്ടെ, കെയർ ഓഫ് നോക്കിയിട്ടാണെങ്കിൽ അബൂ താലിബ് എന്തൊരിഷ്ടമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അബൂബക്കർ സിദ്ദീഖിന്റെ ബാപ്പ അബൂ ഖുഹാഫ വയസ്സുകാലത്ത് വന്നിട്ട് കൈപിടിച്ച് മുസ്ലിമായി. അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞുപോയി. ആൾക്കാർ ചോദിച്ചു എന്തിനാ കരയുന്നത്? അവര് പറഞ്ഞു എന്റെ ഉപ്പാന്റെ കൈകൾക്ക് പകരം
അബൂ താലിബിന്റെ കൈകളായിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി. നബിക്കെന്ത് സന്തോഷമാകുമായിരുന്നു. കാരണം അത്ര ആശിച്ചു മൂത്താപ്പ വരാൻ. അന്ന് കൊടുത്തില്ല. നാളെ അബൂ താലിബ് പോയിട്ട് പറയാ, ഞാൻ നിന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. അല്ല, ദുനിയാവിൽ കഴിഞ്ഞു പോ, ഖലാസ്. ഇല്ല, ഒരു കെയർ ഓഫും ഇല്ല. ആകെയുള്ളത് പ്രിയപ്പെട്ടവരെ ഷഹാദയുടെ ബന്ധമാണ്. കരാറ് എന്താ? കരാറ് 2 ഫർദോടുകൂടി. ലാ ഇലാഹ 1, ഇല്ലല്ലാഹ് 2. അതാണ് ഈ പള്ളിയിൽ നിന്ന് കേൾക്കാൻ പോകുന്ന ശബ്ദം ഇൻഷാ അല്ലാഹ്. 1 ലാ ഇലാഹ അഥവാ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ ഒന്നാമത്തെ ഫർദ് നഷ്ടപ്പെട്ടു പോയാൽ അമല് ബാത്തിലാണ്. അത് പിന്നെ സ്വഹീഹാവൂല. സ്വഹീഹല്ലാത്ത അമൽ അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്തില്ലാത്തതാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ 14 ഫർദുകൾ അക്കമിട്ട് എണ്ണിപ്പടിച്ച് സൂക്ഷ്മമായി നമ്മൾ ചെയ്യുന്നത്. അതിനേക്കാളും ആദ്യം ഷഹാദത്തിന്റെ ഫർദ് പഠിച്ച് അതിൽ ശരിയാക്കലാണ് വേണ്ടത്. എന്നാലേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. പിന്നല്ലേ നിസ്കാരം. ലാ ഇലാഹ ഒന്നാമത്തെ ഫർദ് അഥവാ നഫ്യുൽ ആം, സർവ നിഷേധം. അതാണ് വാക്കിനർത്ഥം. നഫ്യുൽ ആം ഒന്നാമത്തെ ഫർദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ബാത്തിലായി ഈ ദുനിയാവിൽ ആരാധിക്കപ്പെടുന്ന, സഹായം തേടപ്പെടുന്ന, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, കാവൽ തേടപ്പെടുന്ന, ഭരമേൽപ്പിക്കപ്പെടുന്ന, ഉപകാരം തേടപ്പെടുന്ന, ഷർറുകളിൽ നിന്ന് കാവൽ തേടപ്പെടുന്ന ഏതൊക്കെ വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികളുണ്ടോ അതിനെ മുഴുവൻ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റൽ ഒന്നാമത്തെ ഫർദ്. ജൂതന് സഹിക്കോ പറഞ്ഞാല് അതുകൊണ്ട് ആ സലഫികളെ മിമ്പറിനോട് ജൂതന് ഇഷ്ടക്കേട്. ഇവരെന്തു പറയും? ഉള്ളുന്ന അന്നല്ലാത്ത എല്ലാത്തിനും പുറത്തെടുത്ത് കളയാൻ പറഞ്ഞു. അത് കളഞ്ഞാൽ പിന്നെ കണക്ഷൻ കിട്ടിയില്ലേ, പിന്നെ നമ്മളെന്ത് ചെയ്യും? അതാ ജൂതന്റെ പേടി. അതുകൊണ്ട് ആ സലഫികൾ ഇത്ര ശക്തമായിട്ട് ഈ വിഷയം കേരളക്കരയിൽ സംസാരിക്കുന്നത്. ജൂതൻ ആഗ്രഹിച്ച പോലെ ബാത്തുലുകള് കാക്കത്തൊള്ളായിരം ഉണ്ടാക്കപ്പെട്ടു കഴിഞ്ഞു. ഇല്ലാത്ത പോലീസുകൾ പറഞ്ഞ് ജാറങ്ങളിലേക്ക്, ദർഗകളിലേക്ക് വിളിക്കുന്ന മൗല്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു. അവർ ഈ ഉമ്മത്തിന്റെ നാശത്തിലേക്ക് നയിക്കുകയാണ്. അവർക്ക് തടയിടണമില്ലെങ്കിൽ ആകാശ ലോകത്തുള്ളവന് കോപം വരും. ഖുർആൻ പഠിപ്പിച്ച താരീഖ് മുഴുവനും അതാണ്. ബാത്തിലിനെ കേറ്റി അള്ളാഹു കോപിച്ചു, നശിപ്പിച്ചു കളഞ്ഞു. എപ്പോഴാണ് അവർ ബാത്തിൽ ഒഴിവാക്കി? ഇല്ലല്ലാഹ് ഐ ഇസ്ബാത്തുൽ ഖാസ്. രണ്ടാമത്തെ ഫർദ് ഇസ്ബാത്തുൽ ഖാസ്, അല്ലാഹനെ മാത്രം സ്ഥിരപ്പെടുത്തൽ. എല്ലാത്തിനും ഒഴിവാക്കി അല്ലാഹനെ മാത്രം. ഈ 2 ഫർദ് പാലിച്ചുകൊണ്ട് ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊറ്റൊരിക്കൽ പറഞ്ഞാൽ മതി, ദഖലൽ ജന്ന, സ്വർഗത്തിലാണ്. മറ്റൊരുത്തൻ ബാത്തിനെ ഒഴിവാക്കിയിട്ട് അഥവാ ഫർദ് പാലിച്ചിട്ടില്ല, ഹൃദയത്തിൽ മുദീ ശൈഖുണ്ട്. പിന്നെ ആരെങ്കിലും നാട്ടിലുള്ളത്? മലപ്പുറം അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. എല്ലാരും ഉണ്ട്. പിന്നെ ആരുണ്ട്? CM ഉണ്ട്. ഏത്? മടവൂർ ശൈഖ്, അയാളും ഉണ്ട്. പിന്നെ ആരുണ്ട്? ഭീമാപ്പള്ളിയിലെ ഉമ്മിച്ചാവും ഉണ്ട്. എല്ലാ ഹൃദയത്തിലുണ്ട്. പോയായിട്ട് ഇവിടെ ഒരു കെട്ടുണ്ട്, ഈടയുണ്ടൊരു കെട്ട്, പീടിയിൽ വെൽപ്പ് തോന്നാൽ അതിലുണ്ടൊരു കടലാസ്, പരക്ക് പോയാൽ ആടെയുണ്ടൊരു കുപ്പി. എല്ലായിടത്തും എല്ലാം ഉണ്ട്. എന്നിട്ട് തസ്ബീഹ് വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1 കോടി പറഞ്ഞാലും, കോടിക്കണക്കിന് കോടി പറഞ്ഞാലും വല്ലാഹി സത്യം, അല്ലാഹുവാണ് സത്യം, അത് അല്ലാഹു ഖബൂൽ ചെയ്യൂല. കാരണം ഫർദ് നഷ്ടപ്പെട്ടു പോയി. എന്താ ഫർദ്? എല്ലാത്തിനെയും എടുത്തു കളയൽ. അല്ലാഹു പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ. ഖുർആൻ. ആദ്യം ബാത്തിലിനെ എടുത്ത് കളയണം, എന്നിട്ട് അല്ലാഹനെ മുറുകെ പിടിക്കണം. അവനാണ് ശരിയായ ഭാഗം മുറുകെ പിടിച്ചവൻ, അവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ കരാർ കൊടുത്ത നാം അത് പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒന്നിനോടും ഒരു തരത്തിലുള്ള ഇടപാടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഉണ്ടാവാൻ പാടില്ല. കാരണം ഖുറൈശികൾ പോലും അന്ന് എങ്ങനെ ആ ജാഹിലിയ്യ കാലത്ത് ഖുറൈശികൾ പോലും ചിലപ്പോഴൊക്കെ അവരുടെ ഉള്ളിലുള്ള വിശ്വാസം പുറത്തു വന്നിരുന്നു. ഇപ്പൊ അതും ഇല്ലാണ്ടായി. ഇപ്പൊ ഖലീൽ ബുഖാരി തങ്ങള് പറയുന്നത് കേട്ടിട്ടേ, കപ്പലിൽ പോകുമ്പോൾ കടലിങ്ങനെ ആടിയപ്പം ബദരീങ്ങളേന്ന് വിളിച്ചപ്പം അവര് വന്നിട്ട് സഹായിച്ചു. അള്ളാഹു പറഞ്ഞ എന്താ അറിയോ? മക്കത്തെ മുശ്രിക്ക് വരെ കടലിൽ തന്നെയാ വിളിച്ചത്. അള്ളാഹു പറഞ്ഞു, ഫഇദാ റഖിബു ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർദി ഇദാ ഹും യുശ്രികൂൻ. അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ
കടലിൽ കാറ്റ് വരുന്നു, തിരമാല അടിക്കുന്നു, കപ്പലിങ്ങനെ ഉയരുന്നു, മുങ്ങാൻ പോകുന്നു. അവർ എന്നെ തന്നെ വിളിക്കും. അറിയാവുന്ന എന്നെ, അറിയാത്തന്നല്ല, അറിയാവുന്ന എന്നെ തന്നെ വിളിക്കും. രക്ഷപ്പെടുത്തിയാലോ പിന്നെ അവർ ലാത്തനൊക്കെ വിളിക്കാൻ തുടങ്ങും. എന്നാൽ ഇപ്പോഴത്തെ ആൾക്കാര് അങ്ങനത്തെ സമയത്ത് പോലും വിളിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ. അത്ര കടുപ്പത്തിൽ ശിർക്ക് ഈ ഉമ്മത്തിനെ കാർന്ന് തിന്നിരിക്കുന്നു. അഥവാ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള മഹാപാതകം. അതിൽ നിന്ന് രക്ഷപ്പെടുക, അതാണ് കരാറിന്റെ ഒന്നാമത്തെ സംഗതി. അള്ളാഹ് കൊടുത്ത കരാർ പൂർത്തിയായേ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറി മക്കയിലെ ആദ്യത്തെ തൗഹീദി പ്രഭാഷണം നടത്തിയപ്പോഴും ഇതന്നെയാ എടുത്തു പറഞ്ഞ കാര്യം, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുറൈശികൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായി. ഈ നാട്ടിലുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടറിയോ? ചെറുപ്പത്തിലെ പുരോഹിതന്മാർ അവരെ ഉള്ളിലേക്ക് ഈ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചോട്ടെ, ഈ ആളുകളുടെ കഥകൾ പറയുമ്പോൾ, ഈ വ്യക്തികളുടെ കഥകൾ പറയുമ്പോൾ കൂടിയിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ ആരോടാണ് സ്നേഹവും ഇഷ്ടവും ബഹുമാനവും, ആരിലാണ് തവക്കുലും ജനിക്കുക? ഒരാൾ വരികയാണ്, ഉദാഹരണം കളവാണ്, പച്ചക്കളവാണ്, അറിയാൻ വേണ്ടി പറയാൻ. ഒരു മുരീദ് വന്നു ഷെയ്ഖിന്റെ അടുത്ത്, പറഞ്ഞത്രേ ഓള് 4 പ്രസവിച്ച് 4 പെണ്ണാണ്, ഇപ്പം ഗർഭിണിയാണ്, ലക്ഷണം നോക്കിയിട്ട് പെണ്ണ് തന്നെയാ തോന്നുന്നു, എനിക്ക് പെണ്ണ വേണ്ട, എനിക്ക് പെൺകുഞ്ഞിനെ വേണ്ട. അപ്പൊ ആ ഷെയ്ഖ് പറഞ്ഞത്രേ, ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇത് മടവൂർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവിടെ ഒന്ന് ബോധിപ്പിച്ച് അപ്ലിക്കേഷൻ അങ്ങോട്ടങ്ങ് അയച്ചാൽ ഞാൻ ഒപ്പിട്ടാ, നിങ്ങൾ കൊടുത്താൽ മതി. അങ്ങനെ മടവൂരിന്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, ഷെയ്ഖേ എനിക്ക് ഇങ്ങനെ പെൺകുഞ്ഞിന് ആവശ്യമൊന്നുമില്ല, 4 ഉണ്ട്, തലവേദനയാണ്, ചൊറയാണ്. അതെന്റെ ഒരു മുഅ്മിനിന്റെ വർത്താനമല്ല. ഒരു മുഅ്മിൻ അങ്ങനെ പറയില്ല. പെൺകുഞ്ഞുങ്ങൾ മുത്താണ്, മുത്ത്, നമ്മളെ തലയിലെ കിരീടമാണ് പെൺകുഞ്ഞുങ്ങൾ. അവരെ കണ്ടാൽ തന്നെ എന്തൊരു സമാധാനം. അവൾ വന്നിട്ട് സലാം പറയുമ്പോൾ തന്നെ എന്തൊരു റാഹത്താണ്. പെൺമക്കള് മുത്തുകളാണ് അവർ. അള്ളാഹു അവരെ എല്ലാ സംരക്ഷണവും നൽകി ആ പരിമളത്തോടെ സൂക്ഷിക്കട്ടെ. അത്ര സന്തോഷങ്ങളാണ് പെമ്മക്കൾ ഉണ്ടായാല്. മറ്റത് ഈമാനെതിരാ വർത്താനം. പെമ്മക്കൾ അല്ലാഹ് എന്തായി പാക്കല്, ഓന്റെ ഈമാൻ തന്നെ പോയി, ഖുറൈശികളെ പോലെ. അപ്പൊ മടവൂരിന്റെ അടുത്തെത്തി. മടവൂര് പറഞ്ഞു, ഓക്കെ ഞാൻ ഏറ്റിരിക്കുന്നു. ആരാണ് ഈ മടവൂര് ഇത് ഏറ്റെടുക്കാൻ? ഇത് മുസ്ലിം ഉമ്മത്തിനെ ആണുങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടിയിരുത്തിട്ടാ പ്രസംഗിക്കുന്നത്. അങ്ങനെ ഓള് പ്രസവിച്ചു, പെൺകുഞ്ഞായിരുന്ന കുട്ടി ആണായി പുറത്തേക്ക് വന്നിരിക്കുന്നു. കണ്ടോ? ഈ മനസ്സിൽ പാരിലേക്കാ പോവാ ഇത് കേട്ട ആൾക്കാരുടെ. അപ്പൊ ഒരു ക്ലാപ്പനുണ്ടാവും ഇങ്ങനെ ഇരിക്കുന്നു, ഇതെന്നാ പറ്റിയ സമയം, ആ മടവൂരിന്റെ അടുത്ത് പോയാൽ ഈ സംഗതി നടക്കുമല്ലേ, നാളെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാസർഗോഡ് നിന്നൊക്കെ വരുന്ന കണ്ടിട്ട് നിങ്ങൾ എപ്പം കോഴിക്കോടേക്ക് ട്രെയിൻ കയറിയാലുണ്ടാവും ഒരു ടീം ഉണ്ടാവും മടവൂരേക്ക്. പലപ്പോഴും എൻ്റെ കോലം ഇതല്ല, എൻ്റെ കന്തൂറയും തൊപ്പിയല്ല നമ്മൾ സാധാരണ ഇടല്. കണ്ട ഒരു തങ്ങളുടെ ലുക്കുണ്ടാവും, മോതിരമുണ്ട്, ഇന്ന് അത് കൂട്ടിയിട്ട. അപ്പൊ കണ്ടാൽ തന്നെ തങ്ങളെ അസ്സലാമു അലൈക്കും, എത്ര മുത്തലിട്ടിന്നറിയ ഈ കൈക്ക്, തങ്ങളാത് വിചാരിച്ചിട്ട് ചോദിക്കണം. എന്താ അറിയോ, മടവൂരേക്ക് പോകാൻ എവിടെ ഇറങ്ങണ്ടേ, ഫറൂഖിലാണോ കോഴിക്കോടാണോ? ഞാൻ മടി പറഞ്ഞു കൊടുക്കില്ല. ഞാൻ പറയും നിങ്ങൾ എന്തിനാ പോകുന്നത്? ഒന്നുമില്ല, അസ്സലാമു അലൈക്കും പോകും, പിന്നെ മിണ്ടാൻ നിൽക്കില്ല. ആളുകളുടെ മനസ്സിൽ വരുന്നത് വ്യക്തികളാണ്, അല്ലാഹു അല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ് കേട്ടാൽ സഹാബത്തിന്റെ മനസ്സിൽ ആരാ വരിക? മൂസാ നബിയ, ഈസാ നബിയ, ഇബ്രാഹിം നബിയ? ഇവരൊന്നും മോചിതത്തില്ലാത്തവരാ, പക്ഷെ അവർക്ക് അല്ലാഹു ആ ഖൽബിൽ വരിക. മുജാഹിദിന്റെ പ്രസംഗം കേട്ടാൽ അള്ളാഹിനെ പറ്റി അറിയാം. സമസ്തക്കാരന്റെയും ഷിയാക്കളെയും പ്രസംഗം കേട്ടാൽ മടവൂര്, പിന്നെ ആര്, ഇങ്ങനെ കുറെ ഉണ്ട്, കുറെ കഥ. ആ പാറ, ആ മരം, ആ കല്ല്, അത് ഇത് കിട്ടിയിട്ട് എന്താ കാര്യം? ഉമ്മത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജീവിതത്തിന്റെ അസ്ല്, അടിസ്ഥാനം, അതിലെ എല്ലാം പോയി. 2 ഫർദുകൾ പാലിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു അല്ലാത്തതിനെ സർവ്വതിനെയും ഉൾനിർത്തി കളയണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൗഹീദി പ്രഭാഷണം കേട്ട ഖുറൈശികൾക്ക് ദേഷ്യം പിടിച്ചു. ഇന്നും ഒരുപക്ഷെ ഈ മഹല്ലത്തിൽ ഒരു സലഫി മസ്ജിദ് ഉയരുമ്പോൾ മനസ്സസ്വസ്ഥമാവുന്ന ആളുകൾ ഉണ്ടായേക്കാം. ഈ നാട്ടുകാർക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ഉണ്ടായേക്കാം. പിശാച് അസ്വസ്ഥമാക്കും ചില മനസ്സുകളെ. ഇനി ആ മിമ്പറുകളിൽ നിന്ന് തൗഹീദിന്റെ ശബ്ദം വരാൻ തുടങ്ങും. ഇനി ആ മിമ്പറുകളിൽ നിന്ന് ആരംഭപ്പൂവായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കറകളെന്ന സുന്നത്തുകളുടെ ശബ്ദം ഈ നാട് കേൾക്കാൻ തുടങ്ങും. അത് പിശാചിന് സഹിക്കൂല. പിശാചിന്റെ സൈന്യമായ ജൂത പരീക്ഷകളുടെ ചട്ടുകങ്ങളായ പുരോഹിത വർഗത്തിന് തീരെ സഹിക്കൂല. അവർ ആ ദേശം പ്രകടിപ്പിക്കാൻ തുടങ്ങും. ഉറപ്പാണ്. ആരെപ്പോലെ? അബൂലഹബിനെ പോലെ. കാരണം എന്താ അറിയോ? നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ല. അവർക്ക് പഠിപ്പിച്ചു കൊടുത്തില്ല. ഷർത്ത് അറിയില്ല, ഫർദ് അറിയില്ല, ഗൗരവം കടുപ്പൊന്നും അറിയില്ല. പക്ഷെ പള്ളിയുടെ മട്ടുപ്പാവെന്ന് കേൾക്കുന്ന ഉസ്താദിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാം. ഈ സലഫികൾ എന്താ പറയുന്നത് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് അസ്വസ്ഥത വരാൻ തുടങ്ങും. റസൂലുള്ളാഹിന്റെ പ്രസംഗം കേട്ടപ്പോ ഖുറൈശികള് ദേഷ്യം വന്ന് ഇങ്ങനെ കടിച്ച് ആർക്കും മിണ്ടാങ്ങിയതില്ല. കാരണം എന്താ അറിയോ? അൽ അമീനാണ്. അവർ ഇന്നലെ വിളിച്ചെന്താ? അൽ അമീൻ. എന്താ ചോദിക്ക, എന്താ പറയാ? എല്ലാരും അസ്വസ്ഥരാണ്. അവര് പരസ്പരം പിറുപിറുക്കുന്നത് എന്താണെന്നറിയോ? എന്തിനാണ് മുഹമ്മദ് പുതിയ വാദം കൊണ്ടുവരുന്നത്? നമുക്ക് പണ്ടേ ഒന്നില്ലേ? നമുക്ക് മില്ലത്ത് ഇബ്രാഹിമിന്റെ ആ പാരമ്പര്യ ദീനൊന്നും കൈമേലുണ്ടല്ലോ. നമ്മൾ തവാഫ് ചെയ്യലുണ്ട്, നമ്മൾ ഉംറ ചെയ്യലുണ്ട്, നമ്മൾ ഹജ്ജ് ചെയ്യലുണ്ട്, സദഖ ചെയ്യലുണ്ട്, ഇഅ്തികാഫ് ഇരിക്കലുണ്ട്. ആര്? അബൂജഹൽ തങ്ങൾ. അതേപോലെ തന്നെ ഉത്ബ, ഷൈബ, വലീദ് അടക്കമുള്ള എല്ലാവരും ഇതൊക്കെ ചെയ്തവരാണ്. അവർ പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്, മില്ലത്തെ ഇബ്രാഹിമിന്റെ വക്താക്കളാണ്. അംർ ബിൻ ലുഹയ്യ് ആ സിറിയയിൽ നിന്നും ഒരു ബിംബത്തെ കൊണ്ടുവരുന്നവരെ അവർ പ്യൂർ മുഅ്മിനീങ്ങളാണ്. പിന്നെ അവരിലേക്ക് ഈ ബിംബം വന്നപ്പോ ജാറം വന്നു, മഹാന്റെ ജാറം വന്നു, ആദർശം തകർന്നു. നേരത്തെ അതന്നെ ഇപ്പോഴത്തെ ആൾക്കാരും പറയാ, എന്തിനാ ഈ മുജാഹിദീങ്ങൾ പുതിയ പള്ളി, പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ? എന്തിനാ ഇപ്പൊ പുതിയൊരു ഖുത്ബ മലയാളത്തിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ? അതെന്നെ ഖുറൈശികൾ പറഞ്ഞു. وجدنا آباءنا كذلك يفعلون وإذا قيل لهم آمنوا بما أنزل علينا അവരോട് പറയപ്പെട്ടാൽ ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്ന സത്യത്തെ മുറുകെ പിടിച്ചോളൂന്ന്, അപ്പൊ അവര് പറയും വജദിനാ ആബാഅനാ കദാലിക യഫഅലൂൻ. നമ്മളെ പിതാമഹന്മാരൊക്കെ ചെയ്ത ഒരു രീതിയുണ്ട്, ഒരു ആദർശമുണ്ട്, ഒരു ആചാരമുണ്ട്, ഒരു അനുഷ്ഠാനമുണ്ട്, കർമ്മങ്ങളുണ്ട്. അത് നമുക്ക് മതിയായതാണ്. ഇനി നീ പുതിയതൊന്നും കൊണ്ടുവരണ്ട. അതല്ല ഇപ്പം പറയുന്നത്. അള്ളാഹു ആക്ഷേപിച്ച വാദമാണ്, പറയാൻ പാടില്ല. ദീൻ എന്താണ്? ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്. അള്ളാഹു പറഞ്ഞതും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതും അത് ഉമ്മത്ത് കേൾക്കണം. അന്നേരം അല്ലപ്പോ തറവാട്ടിൽ പണ്ട് അങ്ങനെയില്ലേ? പണ്ട് അങ്ങനെ പലതും ഉണ്ടാവും. നാട്ടിൽ പണ്ട് അങ്ങനെ പലതും ഉണ്ടാവും. നാട്ടിൽ 50 കൊല്ലത്തെ ഖത്തീബ് ഉണ്ടാവും. അയാൾ അങ്ങനെ എന്തെല്ലോ കാണിച്ചിട്ടുണ്ടാവും. ദീനതല്ല, അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അബൂലഹബാണ് ആദ്യമായി രംഗത്ത് വന്നത് എതിർക്കാൻ. അതിന്റെ കാരണം എന്താ അറിയും? അബൂലഹബ് കഅബാലയത്തിലെ ഷെയ്ഖായിരുന്നു, കഅബയിലെ ഖാദിയായി. കഅബാലയത്തിൽ അബൂലഹബിന്റെ ജോലി എന്താണെന്നറിയോ? പെട്ടെന്ന് ഞാൻ പറയാം. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാരായ ആളുകളോട് കഅബന്റെ മുമ്പിലുള്ള 300 ചില്ലാനം വരുന്ന ജാറങ്ങളുടെ പോരിശ പറയും. ആര് പറയുന്ന പോലെ? അബൂലഹബ് തങ്ങളുടെ പിൻഗാമികളായ ഇന്നത്തെ തങ്ങന്മാര് പറയും പോലെ മൈക്ക് കെട്ടി 4 മണിക്കൂർ കായംകുളത്തെ കുപ്പസ്വാമിന്റെ ഫളാഇൽ പറഞ്ഞ ടീമാണ്. കുപ്പസ്വാമിയുടെ ഫളാഇൽ 4 മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് നൗഷാദ് ബാഖവി ഒരു മനുഷ്യനില്ലേ, നൗഷാദ് ബാഖവി പ്രഭാഷകൻ. ആ ചങ്ങായി ഒരു ക്ലിപ്പ് കണ്ടിട്ട് ഞാൻ എനിക്ക് ദേഷ്യോ ചിരിയോ സങ്കടോ എന്തെല്ലോ വന്നുപോയി. ഒരു പുതിയ വികാരം. ചങ്ങായി ഏതോ നാട്ടിൽ പോയിട്ട് പ്രസംഗിച്ചിട്ട് പറയാ, ഉപ്പാപ്പ വെറുത്ത് പോയാ നമുക്ക് എന്താ പറ്റുമോന്ന് അറിയില്ല. ഏതോ മസ്താൻ ഉപ്പാപ്പ അഥവാ നമ്മളോട് ദേഷ്യം പിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും. അയാളെ നമ്മൾ വെട്ടി. കുറച്ചെങ്കിലും ബോധം ഉണ്ടാന്ന് വിചാരിച്ചിന്, അതിനുമില്ല. ഏതുപ്പാപ്പയാ നമ്മളെ നിയന്ത്രിക്കുന്നത്? ഏതുപ്പാപ്പയാ നമ്മളെ കാണുന്നുള്ളത്? ഏതുപ്പാപ്പയാ നമ്മളെ അറിയുന്നുള്ളത്? ഏതോ മസ്താൻ ഉപ്പാപ്പന്റെ ഫളാഇൽ പറയാണ് അബൂലഹബിന്റെ ടീംസ്. അതന്നെ ഇതിന്റെ വ്യത്യാസം. ഈ മിമ്പർ എന്തിനാണ് മഹല്ലത്തിന് പുതിയ വന്നത്? ഈ വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. രണ്ടും രണ്ടാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ടീമാണ്, മറ്റൊന്ന് അബൂജഹലിന്റെ ടീമാണ്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. ഒന്നില് ഈ സ്വർഗത്തിന്റെ പാതയാണ്, മറ്റൊന്ന് ദ്വലാലത്തിന്റെ പാതയാണ്. അബൂലഹബിന്റെ ദേഷ്യം മാണിക്കത്തി. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പൊരുൾ അബൂലഹബിന് അറിയാം.
അബൂലഹബ് ഉറക്കെ തന്നെ വിളിച്ചു പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, ഏ മുഹമ്മദേ നശിച്ചു പോവട്ടെ നീ, അലിഹാദാ ജമഅതനാ, ഇത് പറയാനാണോ നീ വിളിച്ചു കൂട്ടിയത്? ഫറഖ്ത ജമാഅതനാ, നീ നമ്മുടെ നാട്ടിലെ ഐക്യം തകർത്തല്ലോ മുഹമ്മദേ. എന്താ ഇന്നത്തെ തങ്ങന്മാര് പ്രസംഗിക്കൽ? എന്താ സലഫികൾ വന്നിരിക്കുന്നു, അൽഹിദായ പള്ളി വന്നിരിക്കുന്നു, ഇനിയിപ്പോ തുടങ്ങും ഉപ്പ വേറെ, മോൻ വേറെ, മാപ്പിള വേറെ, വീടർ വേറെ, ഉപ്പ മൂത്താപ്പ വേറെ, ഇളയപ്പ വേറെ, കുൽമാലാക്കൂ. എന്നാ അബൂലഹബിന്റെ പ്രസംഗം അത്. ഫറഖ്ത ജമാഅതനാ, നീ ഐക്യം തകർത്തല്ലോ മുഹമ്മദേ. ഇത് പറയാൻ വേണ്ടിട്ടാ വിളിച്ചു കൂട്ടിയത്. നശിച്ചു പോവട്ടെ നീ. അള്ളാന്റെ വഹ്ദാനിയത്ത് പറഞ്ഞപ്പോൾ ഇത്ര രൂക്ഷമായി വിമർശിച്ച അബൂലഹബിന്റെ വാക്ക് അള്ളാന്റെ ഹബീബിന്റെ മനസ്സിന് തട്ടി. പ്രിയപ്പെട്ട നാട്ടുകാരെ, അള്ളാന്റെ തൗഹീദാണ് ഈ പറയുന്നത്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് നമുക്ക് തിന്നാൻ തരുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ ഏകാധിപത്യമാണ് ഈ പറയുന്നത്. തള്ളലല്ല, ഉൾക്കൊള്ളാൻ വേണ്ടത്. തള്ളൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. റസൂലുള്ളാഹിന്റെ മനസ്സ് വേദനിച്ചു. ആയത്തിറങ്ങി, തബ്ബത് യദാ അബീ ലഹബ് വതബ്ബ്. ഏ നബിയേ, അബൂലഹബിന്റെ വാക്ക് കേട്ട് നിങ്ങൾ വിഷമിക്കണ്ട നബിയേ. അവൻ എന്റെ ദാത്താണ് തൊട്ട് കളിച്ചത്, അവൻ എന്റെ വഹദാനിയത്തിലാണ് കളിച്ചത്, അവൻ എന്നെയാണ് പരിഹസിച്ചത്. എന്റെ അടിമക്ക് ഞാൻ മതി എന്ന് നിങ്ങൾ പ്രസംഗിച്ചപ്പോ, അടിയാറുകളെ അല്ല എല്ലാത്തിനും കഴിവുള്ളവനല്ലേ, അവനല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്, അവനല്ലേ ആവശ്യമുള്ളതെല്ലാം തന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവൻ പോരാ എന്ന് നിങ്ങൾ പ്രസംഗിച്ചപ്പോ, അത് പോരാ എന്ന് വാദക്കാരനായ അബൂലഹബ് അവന് വരുന്ന നഷ്ടങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ടപ്പോ, ആളുകൾ ഈ കലിമത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയാൽ പിന്നെ ഈ ജാറങ്ങളുടെ പോലിശ് അവര് ചെവികൊള്ളൂല, ഈ ദർഗകളുടെ കറാമത്ത് അവര് കൊഴികൊള്ളൂല, ഈ ആളുകളുടെ കറാമത്തുകള് അവര് വലിയ മുഖവിലക്കെടുക്കൂല. അതുകൊണ്ട് തന്നെ അവര് കൊണ്ടുവരുന്ന സ്വർണ്ണ നാണയങ്ങൾ നഷ്ടമാണ്, കുതിരകൾ നഷ്ടമാണ്, വെള്ളി നാണയം നഷ്ടമാണ്, ധാന്യമണികൾ നഷ്ടമാണ്. അബൂലഹബ് എന്ന കഅബന്റെ പൂജാരിയുടെ തങ്ങളുടെ 10,000 കാലിയാവാൻ പോവുകയാണ്. ജനങ്ങൾ ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നബിയെ അബൂലഹബ് അങ്ങനെ പ്രതികരിച്ചത്. പക്ഷെ നിങ്ങളല്ല നബിയെ, എന്റെ ദാത്തിനെയും വഹദാനിയത്തും തൊട്ട് കളിച്ച ആ അബൂലഹബ് ഉണ്ടല്ലോ, തബ്ബത് യദാ അബീ ലഹബ്, ആ തങ്ങളുടെ 2 കൈകളും നശിക്കട്ടെ നബിയെ. വതബ്ബ, അല്ല നബിയെ, അല്ല, എന്റെ വഹദാനിയത്ത് തൊട്ട് കളിച്ച അബൂലഹബ് ഇതാ നശിച്ചിരിക്കുന്നു നബിയെ. ഇനി അബൂലഹബുമാര് മുഴുവനും നശിക്കാനുള്ളതാണ്. ഒന്നും നിലനിൽക്കൂല, ഒരു ബിൽഡിംഗും നിലനിൽക്കൂല. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ അത് തകർക്കപ്പെടേണ്ടതാണ്. അത് അള്ളാന്റെ വഹ്ദാനിയത്തിന്റെ കീഴിൽ വരേണ്ടതാണ് ഇലാ യൗമിൽ ഖിയാമ. അബൂലഹബിന്റെ ആൾക്കാർ പോയിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, എന്ത് നീ നശിച്ചു എന്നാ പറയുന്നത്. അപ്പൊ പറഞ്ഞെന്താ അറിയോ, മുഹമ്മദിന് എന്നെ പറ്റി എന്താ അറിയാ, ഞാൻ പൈസക്കാരനാണ്, എനിക്ക് കുറെ മക്കളുണ്ട്, എനിക്ക് അധികാരത്തിൽ പിടിയുണ്ട്, ഖുറൈശിയാണ്, വലിയ നേതാവാണ്, കസേരമ പിടുത്തുള്ള ആളാണ്, ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല, ഇല്ലേ, ആർക്ക് പറ്റൂല. അവിടുതെല്ലാം കൊടുത്ത റബ്ബിനോ നബിയെ, അവന്റെ സ്വത്തോ സമ്പത്തോ മക്കളോ അവൻ ഉപകാരപ്പെടൂല. ശരീരം പൊട്ടി, പൊണ്ണുവന്ന്, ചൊറി വന്ന്, പുഴുക്കൾ കുത്തി, ദുർഗന്ധം വമിച്ച് ഖുറൈശികൾ ഈത്തപ്പഴത്തിന്റെ ഓല വെട്ടി ചൂടാക്കി അതിലിട്ട് കെട്ടി ഏതോ മലകൾക്കപ്പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. അബൂലഹബിന്റെ ശരീരം മരിക്കുന്നതിന് മുമ്പ് നശിപ്പിച്ചു കളഞ്ഞു റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, നാട്ടുകാരെ, ആദ്യമായി പറയാനുള്ള സംഗതി ഏതാണ്? വെറുതെ വന്നതല്ല ദുനിയാവില്. ഇങ്ങനെ ആരെങ്കിലും കണ്ടും കേട്ടും പോവലല്ല. ലക്ഷ്യമുണ്ട്, ആഖിറമാണ്, സ്വർഗമാണ്. അത് നേടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് തൗഹീദിന്റെ രാജപാതയാണ്. കാരണം തൗഹീദ് അസ്ലാണ്, അതിന്റെ മുകളിലാണ് അമലുകൾ എന്ന ബിൽഡിംഗ്. അമലുകൾ എന്ന ബിൽഡിംഗ്. ഒരാൾ മുവഹിദായി, അല്ലാഹുവേ നീ മതി എനിക്ക്, ചോദ്യം നിന്നോട്, ദുആ നിന്നോട്, കാവൽ നിന്നോട്, സഹായം നിന്റെ അടുത്തുനിന്ന്, സംരക്ഷണം നിന്റെ അടുത്തുനിന്ന്, തങ്ങൾക്ക് വേറെ ആരും എനിക്ക് വേണ്ട, മുസ്ലിമായി. ഇനി എന്ത് ചെയ്യണം? 5 നേരം കൃത്യമായി നിർവഹിക്കണം. ഈ മിഹ്റാബ് മുവഹിദുകളുടെ മിഹ്റാബാണ്, അഥവാ മുഅ്മിനുകളുടെ മിഹ്റാബാണ്.
ഇവിടെ നടക്കുന്ന നിസ്കാരം മുഅ്മിനീങ്ങളുടെ നിസ്കാരമാണ്. ഖൽബിൽ മൊയ്തീൻ ശൈഖിനെ ഏൽപ്പിച്ചിട്ട് തലകുത്തുന്ന നിസ്കാരമല്ല ഈ പള്ളിയിലെ നിസ്കാരം. രണ്ടും രണ്ടാട്ടോ, രണ്ടും രണ്ടായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും അണ്ടന്റെ അടകൊടന്റെ ബേക്ക് പോയിട്ട് കൈകെട്ടാൻ പാടില്ല. നിസ്കാരം അള്ളാന്റെ മുമ്പിൽ ആ കരാർ, ആ ഷഹാദത്ത് തെളിയിച്ചു കൊടുക്കാനുള്ള ഒന്നാമത്തെ കർമ്മം 5 നേരത്തെ നിസ്കാരമാണ്. എവിടെങ്കിലും പോയിട്ട് കൈകിട്ടാൻ പറ്റൂല. മുമ്പിൽ നിൽക്കുന്ന മുവഹിദാണോ അല്ലോ, മുഅ്മിനാണോ അല്ലേ എന്നറിയണം. ഓണി നിസ്കാരം ബാധകമാണോ എന്നറിയണം. വല്ലാഹി അവൻ മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്നവനാണെങ്കിൽ യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഇതൊരു വരി വെറുതെ ഉദാഹരണത്തിന് പറഞ്ഞു. ഇത് ചൊല്ലിയാൽ കൂലിയൊന്നും കിട്ടൂല, കേട്ടാലും കൂലി കിട്ടൂല. മറിച്ച് ചിലപ്പോൾ ആകാശം ഇടിഞ്ഞ് വീണേക്കാം ദേഷ്യം പിടിച്ചിട്ട് റബ്ബിന്. യാ സയ്യിദി സനദി, എന്റെ നേതാവായവരെ, എന്റെ സഹായിയായവരെ, അഥവാ ഷെയ്ഖ് ജീലാനി അവറുകളെ, ശത്രുക്കൾക്കെതിരെ നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് പള്ളിയുടെ മിഹ്റാബിനെ മലീമസമാക്കിക്കൊണ്ട് ചൊല്ലിയ ഒരുത്തനാണ് മിഹ്റാബിൽ ആ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. മുമ്പ് ചെയ്തിട്ടുണ്ടാവും, കുളിച്ചിട്ടുണ്ടാവും, വെള്ള കന്തൂറയും വെള്ള തലയിക്കിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കറുപ്പാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കേണ്ട തൗഹീദിൽ ഡാമേജ് സംഭവിച്ചിരിക്കുന്നു. കരാറ് പൊളിഞ്ഞിരിക്കുന്നു. എങ്ങനെ? അള്ളാഹ് നിന്നോട് മാത്രമേ ചോദിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ പറഞ്ഞത്, ചോദിച്ചത് മൊയ്തീൻ ശൈഖിനോടാണ്. പിന്നെ ഒരു നിസ്കാരം നമ്മൾ കേൾക്കില്ല. ചില ശൈഖന്മാർ നിസ്കരിക്കില്ല. വേണ്ട, ഒരു നിസ്കാരം ഇല്ലല്ലോ, നിസ്കരിക്കുന്നത് ഒരു നിസ്കാര നിർബന്ധമില്ല. കാരണം നിസ്കാര നിർബന്ധം ആർക്കാണ്? മുവഹിദിനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാലാണ് നിസ്കരിക്കേണ്ടത്. അല്ലാത്തവൻ ഒരു നിസ്കാരം ഇല്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോവാൻ റസൂലുള്ളാഹി പറഞ്ഞു, അവിടെ ചെന്ന് കഴിയുമ്പോൾ അഹ്ലു കിതാബിൽപ്പെട്ട ആൾക്കാരെ കാണും. നീ അവരോട് ആദ്യം എന്ത് പറയണം? വല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി അയ്യഅബു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ യുശ്രികു ബിഹി ശൈഅ. തൗഹീദാണ്. വഇൻ അതാഊക, അതവർ അംഗീകരിച്ചാൽ, അഥവാ അവർ ശിർക്ക് വിട്ട്, ജാറം വിട്ട്, ദർഗ വിട്ട്, പുരോഹിതന്മാരെ വിട്ട് എനിക്ക് അന്റെ അല്ലാഹ് മതി എന്ന് പറഞ്ഞു വന്നാൽ വഅ്മുറുഹും, നീ അവരോട് കൽപ്പിക്കണം, ഇന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈക്കും 5 സ്വലവാത്തിൻ യൗമൻ വലൈല. എങ്കിൽ ഇനി നിങ്ങൾക്ക് അള്ളാഹു രാത്രിയും പകലുമായിട്ട് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിങ്ങനെ നിർവഹിക്കണം. അതും അവർ ചെയ്ത സക്കാത്ത് പറയണം, അതും ചെയ്ത നോമ്പ് പറയണം, പിന്നെ ഹജ്ജ് പറയണം. ഇത് ആദ്യം തന്നെ നിസ്കാരം ഷഹാദത്ത് അള്ളാഹ്ക്ക് അള്ളാഹുവേ ഞാൻ തയ്യാറാണ്, ഇതാ നീ കൽപ്പിച്ച പോലെ നിന്റെ മുമ്പിൽ ഞാൻ കൈകെട്ടി നിൽക്കുന്നു. 2 കാര്യം പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കണം. ഈ പള്ളിയുടെ നിസ്കാരത്തിൽ മറ്റു പള്ളി എന്ന് ഞാൻ പറഞ്ഞാൽ തൗഹീദില്ലാത്ത പള്ളികളിലുള്ളവർ ആദ്യം തൗഹീദ് പഠിക്കണം. അതിനിവിടെ വന്നാൽ വെള്ളിയാഴ്ച ഈ മിമ്പറിന് താഴെ വന്നിരുന്നാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തൗഹീദ് കേൾക്കാം, ദീനിന്റെ അടിസ്ഥാനം കേൾക്കാം. അത് ക്ലിയർ ആക്കണം, എന്നിട്ട് നിസ്കരിക്കണം. 2 കാര്യം നിസ്കാരത്തിൽ ശ്രദ്ധിക്കണം. ഒന്ന് ഖുശൂഅൻ, മറ്റൊന്ന് ഖുദൂഅൻ. ഞാൻ പെട്ടെന്ന് നിർത്താം ഇൻഷാ അല്ലാഹ്. ഖുശൂ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, സൂഫികളുടെ നിസ്കാരമല്ല നമ്മൾ നിസ്കരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരമാണ്. അഥവാ മനസാന്നിധ്യമുള്ള നിസ്കാരം, ഗൗരവത്തോടെയുള്ള നിസ്കാരം, അഞ്ഞാമുന്ന നിസ്കാരമല്ല. ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നവന്റെ കോലം കണ്ടാൽ മനസ്സിലാവും അവൻ ആദർശവാദിയാണോ അല്ലേ എന്നുള്ളത്. കോലം കണ്ടാൽ തിരിയും. വരുന്നത് അള്ളാഹുവിനോടുള്ള മുനാജാത്തിനാണ്, റബ്ബിനോട് സംസാരിക്കാനാണ്. മംഗലത്തിന് പോകുമ്പോൾ പെണ്ണുങ്ങൾ ഏറ്റവും നല്ല കുപ്പായം, ആണുങ്ങൾ അതിനേക്കാളും നല്ല കുപ്പായം, മക്കൾ അതിനേക്കാളും നല്ല കുപ്പായം. മംഗലം കഴിഞ്ഞിട്ട് പുരക്ക് മരുവിസ്കരിക്കാണ്ട് വരുമ്പോൾ ആ നല്ലതാണ് ഊരി വെച്ചിട്ട് ട്രൗസറും ഒരു ടീഷർട്ടും, ഇല്ലെങ്കിൽ ഒരു മുണ്ടും, മലപ്പുറംകാരല്ലേ, ഒരു കള്ളി മുണ്ടും ഒരു ടീഷർട്ടും പള്ളിയിലേക്ക്. അത് ഖുശൂഇന് നിസ്കാരം സഹിയാവോ? പക്ഷേ അത് അള്ളാഹുവിന്റെ മുമ്പിലുള്ള അദബിനെതിരാണ്. മുവഹിദ് അങ്ങനെ ആയിക്കൂടാ. നമ്മൾ ഉപ്പ എപ്പോഴും പരക്കുന്ന പറയും നമ്മളോട്, രാവിലെ എണീച്ചിട്ട് സുബഹിക്ക് പള്ളിയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കാണുമ്പോൾ വീടന്മാർ ചോദിക്കും, അല്ല ഇപ്പൊ രാവിലെ തന്നെ എങ്ങോട്ട് പോകുന്നു? എവിടെയില്ല, നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതാ. അങ്ങനെ ഒരുങ്ങണം. കാരണം മുവഹിദിന്റെ, ഞാൻ എൻ്റെ കൽബിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എൻ്റെ റബ്ബ്, എനിക്കേറ്റവും സ്നേഹമുള്ളവൻ, എനിക്കേറ്റവും ആദരവുള്ളവൻ, ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നവൻ, അവനോട് സംസാരിക്കാൻ വേണ്ടി പോവാൻ. ആ കോലത്ത് പോകണം. ആ പോകുന്ന പോക്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം കൊണ്ട് പൊതിയുന്ന ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് പോകണം.
കൈകെട്ടി. ഞാൻ ഖിയാമിലാണെന്നുള്ള ബോധം ഉണ്ടാവണം. അല്ലാഹു അക്ബർ. നമ്മൾ ഫാത്തിഹ തുടങ്ങുമ്പോഴേക്കും പീടിയിലെത്തി, ഇല്ലെങ്കിൽ പുരക്കെത്തി, ഇല്ലെങ്കിൽ മംഗല വീട്ടിലെത്തി, ഇല്ലെങ്കിൽ തോട്ടത്തിലെത്തി. അങ്ങനെ കണക്കെല്ലാം കൂട്ടി എല്ലാവരെയും കണ്ടു കഴിഞ്ഞ് റാഹത്തായിട്ട് ഇങ്ങനെ പേപ്പറെല്ലാം മടക്കി വെച്ചിക്കുമ്പോണ്ടാവും ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഓരെന്ത് പറയും? വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ദുനിയാവിൽ, നമ്മുടെ നാട്ടിലുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, ആരോ സലാം പറയുന്നത് കേട്ടതാ. കാരണം ഓന് ബോധമില്ല, ഖുശൂ ഇല്ലാത്ത നിസ്കാരം. വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. മുവഹിദ് അങ്ങനെയായിരിക്കും. അത് മുനാഫിക്കാണ്, അത് മുനാഫിക്കാണ്. ഇമാം ഓതുന്നത് ഫാത്തിഹയാണ്, ഞാനിപ്പോൾ സൂറത്ത് ഓതുകയാണ്, ഞാനിപ്പോൾ റുക്കൂഇലാണ്. നമ്മളെപ്പോഴാണ് ആമീൻ പറയാ? എൻ്റെ പൊന്നു മുവഹിദുകളെ, ഈ പള്ളിൻ്റെ പ്രത്യേകതയായി പറയുന്നു. നമ്മളെപ്പോഴാണ് ആമീൻ പറയാ? വലദ്ദാലീൻ കേട്ടാൽ, ഫാത്തിഹ തീർന്നാലല്ല. ഇതാണ് വ്യത്യാസം. വലദ്ദാലീൻ ആമീൻ. ഇനി അഥവാ ഇമാം സൂറത്ത് ഓതി, ചില സൂറത്ത് ഇന്നഹു കാന മിനദ്ദാലീൻ, ഇവൻ പീടിയിലാണുള്ളത്, വലദ്ദാലീൻ കേട്ടു, ആമീൻ ഒറ്റക്ക് പറയും, വെക്കുന്നത് ഖുശൂ ഇല്ല. മുവഹിദിന്റെ നിസ്കാരം അങ്ങനെ ആയിക്കൂടാ. അൽ ഹിദായ സലഫി മസ്ജിദിന്റെ നിസ്കാരം അങ്ങനത്തെ നിസ്കാരം ആയിക്കൂടാ. കാരണം ഇതിന്റെ മെഹ്റാബ് തൗഹീദിന്റെ പ്രകാശമുള്ള മെഹ്റാബാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ മസ്അല പഠിക്കണം. ഖുശൂ കൃത്യമായി. ഖുദു എന്ന് പറഞ്ഞാൽ അവയവങ്ങളുടെ സാന്നിധ്യമാണ്. കൈയടക്കെട്ടണം. ഷാഫിമാൻ പറഞ്ഞ പോലെയല്ല, ഹനഫിമാൻ പറഞ്ഞ പോലെയല്ല, അള്ളാഹുവിന്റെ റസൂല് കെട്ടിയ പോലെ. അതല്ലേ ക്ലിയർ? കൈ എങ്ങനെ പൊക്കണം? അള്ളാഹുവിന്റെ റസൂല് പൊക്കിയ പോലെ. തശഹുദിൽ എങ്ങനെ ഇരിക്കണം? അള്ളാഹുവിന്റെ റസൂൽ ഇരുന്ന പോലെ. ദുആ എങ്ങനെ ചെയ്യണം? അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത പോലെ. ഖലാസ്. അതിനപ്പുറത്ത് വേറൊരു വാക്കില്ല, ആർക്കും എതിർക്കാനും പറ്റൂല. അപ്പൊ ഒരുത്തൻ പറയാ, ഒരു ഖുറാഫ്, നീ പോപ്പാ, നിന്റെ റസൂലുള്ളാഹിന്റെ ചെയ്യല് എന്താ ഓന്റെ ഹുക്മ്? ഒരാൾ പറഞ്ഞു സുബ്ഹിക്ക് ഈ പള്ളിയിൽ കുനൂത്തുണ്ടാവില്ല. അപ്പൊ നാട്ടിലുള്ള ആൾക്കാർ ചോദിക്കും, എന്തിപ്പോ നിങ്ങളെ പള്ളിയിൽ കുനൂത്തില്ലാത്ത? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനൂത്ത് പതിവായിട്ട് ഓതിയിട്ടില്ല സുബ്ഹിക്ക്. പോകാൻ പറയും, ഷാഫി ഇമാമല്ലേ ഓതിയപ്പോ, അതുകൊണ്ട് ഞാൻ ഓതും. അപ്പൊ ഇവൻ ആരെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്തിബാ ചെയ്തത്? റസൂലുള്ളാഹിനല്ല, ഷാഫി ഇമാമിനെയാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അള്ളാഹു ചോദിക്കുന്നത് എന്താണ്? അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. കറകളന്ന സുന്നത്തായിരിക്കണം പള്ളിയിൽ, നിസ്കാരത്തിൽ പ്രത്യേകിച്ചു. അതാണ് ഖുദൂ. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ വരികയാണ്. റമദാൻ അള്ളാഹു നൽകുന്ന ഒരു സുവർണാവസരമാണ്. ആർക്കാന്നറിയോ റമദാൻ? നമ്മൾ ഇപ്പൊ പറഞ്ഞ ഉടമസ്ഥനായ റബ്ബിന് കരാറ് കൊടുത്ത ആൾക്കുള്ളതാണ് റമദാൻ. മുവഹിദുകൾക്കുള്ള ഗോൾഡൻ ചാൻസ് ആണ് റമദാൻ. നോമ്പും തറാവീഹും ഖിയാമുൽ ലൈലും ഇഅ്തികാഫും ദുആയും ഖുർആനോത്തും ഇതൊക്കെ മുവഹിദുകൾക്ക് ബാധകമായതാണ്. കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ഈ മിമ്പറിൽ നിന്ന്, ഈ മിഹ്റാബിൽ നിന്ന് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് തൗഹീദിന്റെ സുന്നത്തിന്റെ പ്രകാശം അവരുടെ മനസ്സിന്റെ ഉള്ളകത്ത് കയറാൻ അള്ളാഹു കാരണമാക്കട്ടെ. ഇതിനുവേണ്ടി ആരൊക്കെ പരിശ്രമിച്ചുവോ, ആരൊക്കെ അധ്വാനിച്ചുവോ, സമയം കൊണ്ട്, പൈസ കൊണ്ട്, അതേപോലെ തന്നെ നല്ല വാക്കുകളെ കൊണ്ട്, നല്ല സപ്പോർട്ട് കൊണ്ട്, നല്ല ചിന്തകളെ കൊണ്ട്, അവർക്കെല്ലാം നാളെ അള്ളാഹു അവന്റെ കോടതിയിൽ ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മത്തിന് ദീൻ പഠിക്കാൻ, ഇസ്ലാം പഠിക്കാൻ, ഈമാൻ പഠിക്കാൻ, ഇഹ്സാൻ പഠിക്കാൻ അൽ ഹിദായന്റെ മിമ്പറിനെയും മെഹ്റാബിനെയും അള്ളാഹു വിശാലമാക്കട്ടെ. അതിന് പറ്റിയ അർഹതയുള്ള കൈകളിൽ അള്ളാഹു ഏൽപ്പിക്കുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുത്തി അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവേ, പാപികളാണ്, നീ മാപ്പാക്കി താ അല്ലാഹ്. മരണം നല്ല നിലക്ക് സലാമത്താക്കി താ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, ബലാ മുസീബത്തുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് നീ കാവലാകണേ അല്ലാഹ്. അല്ലാഹ്, അങ്ങ് ഫലസ്തീനിൽ, ലോകത്തിൻ്റെ മറ്റെവിടെയൊക്കെയോ നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, പിഞ്ചു പൈതങ്ങൾ ദീനിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു. നീ എല്ലാം കാണുന്നവനാണ്, നീ എല്ലാം അറിയുന്നവനാണ്, നീ അശ്രദ്ധനുമല്ല. എന്നാലും അള്ളാഹുവേ, നിന്റെ ഖുദ്റത്ത് കൊണ്ട് അവർക്ക് സംരക്ഷണം നൽകണേ അല്ലാഹ്. അവരെയും നമുക്കും സംരക്ഷണം ലഭിക്കാൻ നീ എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി പൂർത്തിയാക്കാൻ നീ തൗഫീഖ് താ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.